എല്ലാരും എത്തിയിട്ടുണ്ടോ? 1 2 3 4 ആ 7 പേരെ വീഡിയോ ഓൺ ചെയ്തിട്ടുള്ളൂ അല്ലെ? എല്ലാരും വീഡിയോ ഓൺ ചെയ്തിട്ടിരുന്നേ. എന്നിട്ട് ഞാൻ വീഡിയോ ഓൺ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒരു 2 minutes. ഓക്കെ. Okay. Shall we start now? കൊറേ ആൾക്ക് എന്നെ കാണായിട്ട് ഭയങ്കര പരാതിയാണ്. മിസ്സിനെ കാണുന്നില്ല, മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഉള്ള തന്നെയാണോ ഗായ്സ്? മിസ് എത്ര ദിവസമായി പോയിട്ട്? ഇവിടെ കല്യാണ തിരക്കന്നെ വീട്ടില്. തിരക്കും കാര്യങ്ങളും ഒരു കാര്യമില്ലാണ്ട് എല്ലാം കയറി തലയിടുന്നതിനെ കൊണ്ട് എല്ലാം എന്റെ തലയിലായിരുന്നു ഗൈസ്. എന്റെ കോല കണ്ടാലും പേടിക്കണ്ട. ആ എല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ അല്ലെ? കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് ഈ ഒരു അവസ്ഥ തന്നെ ആയിരിക്കും ഉണ്ടാവാ. റൈറ്റ് അല്ലേ? ഓക്കെ. സൗണ്ട് ഒന്നും ഉണ്ടാവില്ല ചിലപ്പോ. എല്ലാരും ഒന്ന് കാത് കൂർപ്പിച്ചിരിക്കുക. എനിവേ, once again welcome back to my class. Okay. റിഷാന സെയിം ഡ്രസ് എനിക്ക് ഉണ്ടടി. ഓക്കെ. ശരി. ഓക്കെ. അപ്പോ ഇല്ലടാ, ഇതൊന്നും ഇത്ര പേര് വീഡിയോ ഓൺ ചെയ്യാത്തെ? ഫർഹാന ഉണ്ട്, ഫസ്ന ഉണ്ട്, ഗാലക്സി A05S ഉണ്ട്. പേരൊക്കെ റെഡിയാക്കാൻ പഠിക്കണം കേട്ടോ. കാരണം എക്സാമിന് നിങ്ങളുടെ പേര് തന്നെ നിങ്ങൾ കയറണം. നിങ്ങളുടെ പേരും അത് രജിസ്റ്റർ നമ്പറും. ഓക്കെ. ഹാജര പുഴക്കലകത്ത്. വാവ്. ജുബിന, റിഷാന സൈഫോൺ, സഫൂറ സയോ. ഐഫോൺ ഉള്ളവരൊക്കെ പ്രത്യേകിച്ച് കൊടുത്തതാണോ? ഓക്കെ. സുഫീന, സാബിറ, സജ്. അത് ഓട്ടോമാറ്റിക് വരുന്നതാണല്ലോ. തമാശ എനിക്കറിയാം. ഷംല, ദെൻ ഷമീല, ദെൻ ബാഹിറ. ബാഹിറ തന്നെയല്ലേ? ബഹിറ അല്ലല്ലോ. ശരി. അടിപൊളി. സൂപ്പർ നെയിംസ്. എനിവേ, നിങ്ങളൊക്കെ തറവാട്ട് മിസ്സേ പേരും മിസ് നിങ്ങളുടെ കുറച്ച് മൊഞ്ചെത്തിക്കല്ലോ. മുഞ്ചേച്ചിക്കാം. അത് ട്രെൻഡ് ചെയ്ത് കല്യാണം കഴിഞ്ഞതിന്റെ പൊലിവാണ്. എല്ലാവരും തറവാട്ട് പേരും ഒന്ന് കമന്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി പേരുകളൊക്കെ ഉണ്ടോ നോക്കട്ടെ.
എന്റെ കട്ടയാട്ട് പറമ്പ്. എന്തെന്ന്? കട്ടയാട്ട് പറമ്പ്. ചോദിക്കുന്ന അറിയാം. അടിപൊളി. പിടിഞ്ഞ് എന്താണ് അടുത്ത വന്നത്? വായിക്കാനൊക്കെ പാടായിരിക്കും അല്ലേ? അറിയും. പടിഞ്ഞാറയിലാണോ? ഓക്കെ, ശരി. കരിക്കും പുറത്ത്. കരിക്കും പുറത്ത്. കരിക്കും. ഓക്കെ. ഓക്കെ. ജതങ്ങൾ, കല്ലിങ്ങൽ, പെരിങ്ങാടിക്കുന്നത്ത്, മറുതാന മഠത്തിൽ. എന്റെ അമ്മ. മിസ് ഞാൻ കുറച്ചു നേരം വീഡിയോ ഒന്ന് ഓഫായിക്കോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. വച്ചിക്കാന്റെ വീട, മുല്ലത്തെ വീട. എന്റെ അമ്മ, വെറൈറ്റി ഐറ്റംസ് അല്ലേ? എല്ലാരും ഒന്ന് കമന്റ് ബോക്സ് വായിച്ചോക്ക്. എന്റെയൊക്കെ പ്രൊനൗൺസിയേഷൻ പോലും കിട്ടുന്നില്ല കേട്ടോ. പടിഞ്ഞാറെ പുരയിൽ നിമ്മൽ, കിഴക്കേ കണ്ടിയിലാട്ട്. എന്റെ അമ്മ, എല്ലാം വിടയോ? എല്ലാം വിട എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേരാണോ? സോറി, വീട് പേരാണോ? അങ്ങനല്ല, കൊറേ സ്ഥലത്തിന്റെ അവിടെ അവിടാന്നല്ലേ ഉള്ളേ. അങ്ങനെ. ശരി. എന്റെയൊക്കെ തറവാട്ട് പേരെന്താ അറിയോ? ഞാറ്റിയാൽ പുതിയ പുരയിൽ നിന്നാ. അത് എഴുതുമ്പം NJA അങ്ങനെ എഴുതാം. അപ്പൊ എന്റെ ഇക്കാക്കെല്ലാം കളിയാക്കും, നാറ്റിയാൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഒരു വെറൈറ്റി പേരുകളല്ലേ. ശരി. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമ്പോ നമ്മുടെ സബ്ജക്ട് ഇന്ന് ചൈൽഡ് സൈക്കോളജി ആണ് ഗായ്സ്, അല്ലെ? ഫസ്റ്റ് ചാപ്റ്ററിന്റെ എക്സാം കഴിഞ്ഞില്ലായിരുന്നോ? കഴിഞ്ഞോ? ഇല്ലല്ലോ. ഇല്ല. ഇത് ഞാൻ പറഞ്ഞേനി ല്ലേ? ഇല്ല, എക്സാം ഉണ്ടാവുന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, എപ്പോഴാണ് പ്രോഗ്രാം കഴിഞ്ഞാല്. ഒരു കാര്യം ചെയ്യാതെ നിങ്ങൾ പഠിച്ചു വെക്കുക. അതിന്റെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഞാൻ വിട്ടുതരാം. ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. വേറെ ഒന്നും അതിൽ പുറത്ത് നിങ്ങൾ പഠിക്കണ്ട. അത് മാത്രമേ എക്സാമിന് വരുള്ളൂ. മിസ് ഒരു ഓക്കെ. മിനിറ്റ്. മിസ്, ചൈൽഡ് സൈക്കോളജിന്റെ മുന്നേ ക്ലാസ് കിട്ടിയിട്ടില്ലല്ലോ. ക്ലാസ് കിട്ടിയില്ല, പിന്നെ എങ്ങനെയാണ് എക്സാം പിന്നെ ചെയ്യാ? എക്സാം മിസ് ഒരു കാര്യം പറഞ്ഞോട്ടെ? ഇത് ഫസ്റ്റ് ക്ലാസ് ആണോ മുമ്പ്? അതെ അതെ അതെ. അങ്ങനെ മിസ് പോയോ? ക്ലാസ് ആയത് മുമ്പ് എടുത്തത് ചൈൽഡ് സൈക്കോളജിന്റെ ക്ലാസ് അല്ലായിരുന്നു, ഓർഗനൈസേഷൻ ആണ് എടുത്തത്. സ്കൂൾ ഓർഗനൈസേഷൻ ആയിരുന്നു. ചൈൽഡ് സൈക്കോളജി അന്ന് നമ്മൾ എടുത്തത് സ്കൂൾ ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ എടുക്കാത്തവർക്ക് ഞാൻ ഗ്രൂപ്പിൽ തന്നെ ഒരു സെറ്റ് ആയിട്ട് വിട്ടുതരാം. മിസ് ഒരു മിനിറ്റ്, ഒരു കാര്യം പറയട്ടെ? ആ ഞങ്ങൾ ഇവിടെ PPTസിൽ 2-3 ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചൈൽഡ് സൈക്കോളജിന്റെ ക്ലാസ് വേണം എന്നിട്ട് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എക്സാം വേണ്ട, ജസ്റ്റ് ക്ലാസ് മാത്രം. അങ്ങനെയാണോ? ഇല്ല, എക്സാം വേണോ? ഞങ്ങൾക്ക് വേറെയുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ അല്ലടാ, PPTTCയിൽ ചൈൽഡ് സൈക്കോളജി ഉണ്ടോ? ഇല്ല. പക്ഷെ അത് ക്ലാസ് കിട്ടിയാ ഞങ്ങൾക്ക് ആ ക്ലാസ് കിട്ടണം എന്നുള്ള ഒരു ഇതില് ഞങ്ങൾ പറഞ്ഞപ്പോ അവര് പറഞ്ഞു നിങ്ങൾക്ക് ക്ലാസ് തരാം, പക്ഷെ വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ശരി 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 ശരി. ഓക്കെ, വർക്കിന്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഞാൻ ഇതുവരെ തന്ന വർക്ക് ഏതാ? ഇതുവരെ ഒന്നും തന്നിട്ടില്ല. സെൽഫ് ഇൻട്രൊഡക്ഷൻ മാത്രമേ നമുക്ക് സെൽഫ് ഇൻട്രോ മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ? നമുക്ക് വർക്ക്സ് ഓരോ വീക്കിൽ പോവാനുണ്ട്. ഈ ആഴ്ചത്തെ വർക്ക് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. എന്താ നിങ്ങളെ അഭിപ്രായം? അപ്പൊ മിസ് ഞങ്ങൾക്ക് ഈ വർക്കൊക്കെ ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും ചെയ്യാം. ഇതെല്ലാവർക്കും ഉള്ളതാണ്. ഇത് കോമൺ ആയിട്ടുള്ളത്. MTTCക്ക് അങ്ങനെയൊന്നുമില്ല. ഇത് കോമൺ ആയിട്ട് ചെയ്യേണ്ടതാണ്. ഇതിപ്പോ MTTCക്കാര് മാത്രമേ ഇതിലുള്ളൂ ആണോ? അല്ല, PPTTCയും കൂടി മാത്രമേ ഉള്ളൂ. ഇതിലുണ്ടോ? നിങ്ങൾക്ക് ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണം. എല്ലാ ടീമും ഇതിലുണ്ടോ? മിസ് ഉണ്ട് ഇതില്? ഇല്ലല്ലേ? എല്ലാ ടീമും ഉണ്ടോ ഇതില്? ഇതിൽ കൂടുതൽ MTTC കോമ്പോക്കാരല്ലേ ഉള്ളത്? അതെ. ഓക്കെ ഓക്കെ, ഫൈൻ. മിസ്സേ, ഓ ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഓക്കെ, പറഞ്ഞു. എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. പറഞ്ഞു. മിസ്സേ, എന്റെ വോയിസ് ഓഡിയബിൾ ആണോ? അതെ, പറഞ്ഞു. ബിസിയാണേ.
ഓക്കെ മെന്ററാണ്. ഞാനൊന്ന് ഇടപെട്ടോട്ടെ? ഓക്കെ ഓക്കെ, അത് ഞങ്ങൾക്ക് ഇപ്പം MTTC കോമ്പോക്കാർക്ക് മാത്രമാണ് ഈ ഒരു ചൈൽഡ് സൈക്കോളജി ഉള്ളത്. അപ്പം ഇവരൊരു റിക്വസ്റ്റ് തന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതിലൊരു എക്സാമോ കാര്യങ്ങളോ അതിന്റെ വർക്ക്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതില്ല. അവർക്ക് വർക്ക്സ് ചെയ്തിട്ട് അവരെ കയ്യിൽ വെക്കാന്നുള്ളത് ആ ഒരു ഇത് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അവരെ ഓ വർക്ക്സ് ഒന്നും ഞങ്ങൾ ചെക്ക് ചെയ്യുന്നതായിട്ടില്ല. അവരെ ഇനി വർക്ക്സ് എന്റെ ഒക്കെ ഒരു അവര് തന്നെ കയ്യിൽ വെച്ചേക്കാം. പിന്നെ ഓക്കെ എക്സാമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എന്റെ ഒരു ഡൗട്ട് ഞാൻ ചോദിക്കട്ടെ. ഇനി ഈ ബാച്ചില് വേറെ കുട്ടികള് മീൻസ് ഈ ബാച്ചില് ബാക്കി PPTTC കുട്ടികൾ പുറത്തുണ്ടോ? എന്റെ അടുത്താണോ? ഉണ്ട്, കുറച്ച് കുട്ടികൾ കൂടി ഉണ്ട്. എല്ലാരും അറ്റൻഡഡ് ആയിട്ടില്ല. ശരി അങ്ങനെയാണെങ്കിൽ വർക്ക് നെക്സ്റ്റ് ഇല്ല. നമ്മുടെ സ്കൂൾ. ഓക്കെ, ഇനി എല്ലാവരും മ്യൂട്ട് ചെയ്തോ. ഇനി എനിക്ക് കറക്റ്റ് ക്ലിയർ പിക്ചർ കിട്ടിയിട്ടുണ്ട്. ശരി, അതായത് നമ്മുടെ എന്റെ വർക്ക് എല്ലാം കോമൺ വർക്ക്സ് ആണ്. കോമൺ എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരും ചെയ്തിരിക്കേണ്ട വർക്ക്സ് ആണ്. അതായത് MTTCക്ക് സെപ്പറേറ്റ് ഇല്ല. അതേസമയത്ത് നിങ്ങൾക്ക് മോണ്ടിസറി തിയറിയിൽ വരുന്ന വർക്ക്സ് അതുപോലെ അങ്ങനെ സെപ്പറേറ്റ് വരുന്ന വർക്ക്സ് എന്ത് ചെയ്യണം? അത് MTTCക്കാർ മാത്രം ചെയ്താൽ മതി. മനസ്സിലായില്ലേ? അപ്പോ അതാണ് പറഞ്ഞു വരുന്നത്. ഇപ്പൊ ഈ ഞാനിപ്പോ തരാൻ ഉദ്ദേശിച്ചിരുന്ന വർക്ക് ഇപ്പൊ ഞാൻ തരുന്നില്ല. എല്ലാരെയും കയ്യിൽ കിട്ടട്ടെ. സ്കൂൾ ഓർഗനൈസേഷന്റെ പീരീഡിൽ എല്ലാവരും ഉണ്ടാവുമല്ലോ, എല്ലാ കുട്ടികളും ഉണ്ടാവുമല്ലോ, ഓൾ സ്റ്റുഡൻസ് ഈ ബാച്ചിലെ. അപ്പൊ നമുക്ക് വർക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ സബ്ജക്റ്റിലേക്ക് തന്നെ പോവാം. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് എടുത്തു. അല്ല, ടെക്സ്റ്റ് ബുക്ക് വേണ്ട കേട്ടോ. നമുക്ക് ചൈൽഡ് സൈക്കോളജി ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യേണ്ടേ ഇല്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അപ്പപ്പോ എഴുതിയെടുത്താൽ മതി. ഓക്കെ, ക്ലിയർ? കാരണം അതിൽ കുറച്ച് കറക്ഷൻസും കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആവണ്ടെന്ന് കരുതിയിട്ടാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിന്റെ പേരാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞ ലെക്ചർ നോട്ട്സ് എഴുതി വെക്കണം എന്നുള്ള അവിടെയാണ് നിങ്ങൾ ഇതൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്നാണ് നമ്മുടെ അടുത്ത പുതിയ പാഠത്തിന്റെ പേര്. അതൊന്ന് ഹെഡിങ് ഫസ്റ്റ് ചാപ്റ്റർ കിട്ടിയില്ലല്ലോ മിസ്സേ. ഫസ്റ്റ് ചാപ്റ്റർ എടുത്തില്ലല്ലോ. ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ അയച്ചു തരാം. എനിക്ക് അതിൽ കുറച്ച് ക്ലാരിറ്റി കിട്ടാനുണ്ട്. എന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. സോ ഇപ്പൊ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ കണക്ഷൻ ഇല്ല. അതായത് ഫസ്റ്റിന്റെ കണ്ടിന്യൂഷൻ ഒന്നും അല്ല സെക്കൻഡ് ചാപ്റ്റർ. അതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. ഓക്കെ, കാരണം എനിക്കിത് ആ ഒരു രീതി പോയി കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ ഇത് മാറും. എന്റെ പ്ലാനിങ്സ്, എന്റെ സെറ്റിങ്സ് മാറിപ്പോവും. അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് നിങ്ങൾക്ക് എക്സ്ട്രാ സെഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാം, കിട്ടാത്തവർക്ക് കേട്ടോ. ഓക്കെ, ഒരു ടെൻഷനും വേണ്ട. നിങ്ങളെ പഠിപ്പിച്ചിട്ടേ ഇവിടുന്ന് ഇറക്കുന്നുള്ളൂ. ഓക്കെ, മൊമെന്റ്. ഓക്കെ, എല്ലാരും എടുത്തോ? എല്ലാരും എഴുതിയോ? നമ്മുടെ ഹെഡിങ് എന്തായിരുന്നു? നമ്മുടെ പേരെന്തായിരുന്നു പാഠത്തിന്റെ? ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. യെസ്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്നാണ് നമ്മുടെ പാഠത്തിന്റെ പേര്. അതായത് വ്യക്തി വ്യത്യാസങ്ങൾ എന്ന് പറയും. വ്യക്തിത്വ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വ്യക്തി വ്യത്യാസങ്ങൾ. ഓക്കെ, എന്തൊക്കെയാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്നും താരതമ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ. അതൊക്കെയാണ് ഇതിൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെന്റ് ആകുന്നു, എങ്ങനെയൊക്കെ ഡിഫറെന്റ് ആകുന്നു എന്നുള്ളതിനൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ. അതാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോ നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികൾ, ഒരു 25 കുട്ടികൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിലും ഓരോ കുട്ടികളും ഒന്നിൽ നിന്ന് വ്യത്യസ്തരാന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലെ? പറയാറില്ലേ പൊതുവെ? യെസ്, അതായത് ഒരിക്കലും ഈ ഒരു കുട്ടിക്ക് ഉള്ള മെത്തേഡ് ആയിരിക്കില്ല നെക്സ്റ്റ് കുട്ടിക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരാം. അപ്പൊ നിങ്ങൾ ചിന്തിക്കരുത്, ഈ കുട്ടിനെ ഇങ്ങനെ പഠിപ്പിച്ചപ്പോ പഠിച്ചല്ലോ, ഇവനക്ക് എന്താ ഇത്ര ആരംഭം, അല്ലെങ്കിൽ എന്താ എനിക്ക് ഇത്ര കുറച്ച് കളിയെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓരോ കുട്ടികളും പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും അതുപോലെ പല കാര്യങ്ങളിലും ഡിഫറെന്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി. അപ്പൊ സജിമക്ക് ഇപ്പൊ എത്ര വയസ്സായി സജിമ? 28. മ്യൂട്ട് ഓപ്പൺ ആക്കിയിട്ട് പറ. 28. 25. 8. ഓക്കെ. അപ്പൊ എനിക്ക് 28 വയസ്സാണ്, സജിമക്ക് 28 വയസ്സ്. പക്ഷെ എന്നെ കാണുമ്പോ ഒരു 35 പ്രായം തോന്നിക്കുന്നില്ലേ?
അജ്മനെ കാണുമ്പോ ഇപ്പോഴൊരു 18, 20 ഒരു 20 ആ ഒരു അതായത് നമ്മളൊക്കെ ഏത് സെയിം ഏജ് ആണെങ്കിൽ പോലും ഓക്കെ ഒരേ കുടുംബത്തിൽ വന്നതാണെങ്കിൽ പോലും എങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മൾ പല കാര്യങ്ങളിലും എന്ത് വരുന്നുണ്ട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഓക്കെ ഏതിലൊക്കെ ആയിരിക്കും നമ്മൾ വ്യത്യാസം ഉണ്ടാവാം? പൊതുവെ പറയാന്നെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും ഒരു വ്യക്തി ക്യാരക്ടർ മറ്റൊരു വ്യത്യസ്തരാകുന്നത്? സ്വഭാവത്തിൽ വ്യത്യാസം ക്യാരക്ടറിൽ ഉണ്ടാവും. വ്യത്യാസം ഉണ്ടാവും. ക്യാരക്ടർ, സ്വഭാവം, പെരുമാറ്റം. ഡ്രസ്സിങ്, പെരുമാറ്റം, പിന്നെ പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരാള് സ്പീഡിൽ ചെയ്യും, ഒരാള് സ്ലോ ആയിരിക്കും. വെരി ഗുഡ്. ദെൻ പറഞ്ഞോളൂ. ആ ദെൻ പിന്നെ ഓരോ താല്പര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. അതെ താല്പര്യങ്ങൾ, കഴിവുകൾ. ഓരോരാൾക്ക് ഓരോ കഴിവുണ്ട്. പക്വത ഒരാൾക്ക് പക്വത കഴിവില്ല മറ്റേയാൾക്ക്. യെസ് വെരി ഗുഡ്. ഉം. ഓക്കെ അപ്പൊ പൊതുവെ അതായത് സൈക്കോളജിക്കലി പറയുന്നത് ഒരു വ്യക്തി പ്രധാനമായിട്ടും വ്യത്യസ്തം ആകുന്നത്, മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഒന്ന് ശാരീരികം അല്ലെ? കാരണം ഇപ്പൊ നമ്മള് സജിമനെ പറഞ്ഞു, സജിമനെ പോലെയാണോ എന്നെ കാണാനായിട്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ? അല്ല, ഞാൻ കുറച്ചുകൂടി ചബി ഫാറ്റ് ലൈക്ക് ആ ഒരു ടൈപ്പാണ്. എനിക്ക് തോന്നുന്നു സജിമ ഇച്ചിരി കൂടി നല്ല സ്ലിം ബ്യൂട്ടിയാണ് ഗൈസ്. ഓക്കെ ആ ഒരു കാണാനുള്ള അപ്പിയറൻസിൽ വരുന്നത് എന്താ? കുറെ ആൾക്കാർ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അതാ അപ്പൊ ശാരീരികമായിട്ടുള്ള വ്യത്യാസം ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ് അല്ലെ? കാണുമ്പോഴുള്ള ആ ഒരു വ്യത്യാസം അതിൽ പലതും വരും. നമ്മുടെ ബോഡി ലാംഗ്വേജ്, റൈറ്റ്? ആ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞ സംഭവം, ഒരു പോസ്ചർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. നമ്മുടെ ഇപ്പൊ നമ്മള് പോസ്ചർ എന്ന് പറയുമ്പോൾ നമ്മളെ ഒട്ടിക്കണ പോസ്റ്റർ അല്ല, പോസ്ചർ. ഓക്കെ അറിയാമായിരിക്കും. അതായത് ഇപ്പൊ മോഹൻലാലിന്റെ ബോഡി പോസ്ചർ ഏതാണെന്നറിയോ? ജസ്റ്റ് ഇച്ചിരി ഒന്ന് ചെറിഞ്ഞ് തിളറും ആ ഒരു സംഭവം കണ്ടില്ലായിരുന്നോ? ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ പോസ്ചർ ഉണ്ട്, ബോഡി പോസ്ചർ ഉണ്ട്. ഓക്കെ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. മിമിക്രി ആർട്ടിസ്റ്റ് പെട്ടെന്ന് അത് മാറ്റുന്ന കണ്ടിട്ടില്ല. അവർ ആ പോസ്ചർ മാറുമ്പോൾ തന്നെ ആള് മാറുന്ന പോലെ നമുക്കൊരു ഫീൽ ആവും. മനസ്സിലായില്ലേ? ഇതുപോലെ നമുക്ക് അപ്പിയറൻസ് ലൈക്ക് ശാരീരികമായിട്ട് ഓക്കെ ഫിസിക്കൽ എന്ന് പറയാം, ഫിസിക്കലി ഉണ്ടാകുന്ന ചേഞ്ചസ് ഒരു പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് ആണ്. അടുത്തത് ഏതാ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള വ്യത്യാസം. ഒരു മെന്റാലിറ്റി എന്ന് പറയില്ല, ഓന്റെ ഒരു മെന്റാലിറ്റി നോക്കിയേ അല്ലെ? ഭയങ്കര ഹാർഡായിട്ടുള്ള മെന്റാലിറ്റി ഉണ്ടാവും. ഒരു കരുണയില്ലാത്ത ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. ചിലത് ഭയങ്കര ലോലമായിട്ടുള്ള എല്ലാത്തിനോടും ഒരു ഭയങ്കര സോഫ്റ്റ് കോർണർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇതൊക്കെ മെന്റാലിറ്റിയിലൂടെ വരുന്ന ചേഞ്ചസ് ആ അല്ലെ? ഓക്കെ മനസ്സിലാകുന്നുണ്ടോ? പാവം 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 എന്താ പറയാ, അല്ലെങ്കിൽ പിന്നെ കുറച്ച് ബോൾഡ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഭയങ്കര എല്ലാത്തിനും അത്രയും ബോൾഡായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. മെന്റാലിറ്റി ഓക്കെ. ഈ ഒരു മാനസികമായിട്ടുള്ള ഇപ്പൊ രണ്ടെണ്ണം പറഞ്ഞു. ഒന്നേതായിരുന്നു ശാരീരിക അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ളത്. രണ്ടാമത്തേത് ഏതായിരുന്നു? മാനസികമായിട്ടുള്ള മെന്റാലിറ്റി ആയിട്ടുള്ള വ്യത്യാസം. ഇനി അടുത്തത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠനശേഷി, പഠിക്കുന്ന രീതി, സ്റ്റഡി മെത്തേഡ് അല്ലെങ്കിൽ ലേണിംഗ് മെത്തേഡിലുള്ള വ്യത്യാസം ഉണ്ടാകും. നമ്മൾ പഠിക്കുന്ന ഇപ്പൊ കുട്ടികളെ കൊണ്ട് പറയുമ്പോൾ നമ്മൾ അതാണ് മെയിൻ ഫോക്കസ് ചെയ്യേണ്ടത്. എന്താണ്? പഠന രീതി, ഒരു കാര്യം ക്യാച്ച് ചെയ്യുന്ന രീതി, ഒരു കാര്യം ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ഇപ്പൊ ഞാൻ ഇത്രയും പറയുമ്പോ ഫർസാന മനസ്സിലാക്കുന്ന പോലെ ആയിരിക്കൂല ഫർഹാന മനസ്സിലാക്കാം. മനസ്സിലായോ? അതുപോലെ ആയിരിക്കൂല റിഷാന മനസ്സിലാക്ക. മനസ്സിലായോ? അതായത് ഓരോ ആൾക്കാരും കാര്യങ്ങൾ പഠിച്ചെടുക്കുന്ന രീതിയിൽ, ലേണിംഗ് മെത്തേഡിൽ, ലേണിംഗ് ആ ഒരു പ്രോസസ്സിംഗ് ഇല്ലേ, നിങ്ങൾക്ക് എന്തിൽ നിന്നത് കൺവേ ആകുന്ന ഒരു സാധനം, അത് വേറെ ആയിരിക്കും, വ്യത്യസ്തമായിരിക്കും. ഇവിടെയാണ് നമ്മുടെ മെയിൻ പോയിന്റ്. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലില്ലേ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കുട്ടിനെയും കയ്യിലെടുക്കാൻ വേണ്ടി പറ്റും. പഠിക്കണ്ടേ? അതിന്റെ ഒരു സൂത്ര സംഭവം പഠിക്കണ്ടേ? ഓക്കെ ഇത് നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. വാക്ക് മെത്തേഡ് അല്ലെ? ഓർമ്മയുണ്ടോ? ഞാൻ ഏതോ ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. പുതിയ ആൾക്കാരും പഴയ ആൾക്കാരും ബ്ലൻഡും ഒക്കെ ആയിട്ട് നിങ്ങൾ പലരും കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല. വാക്ക് മെത്തേഡ് എന്ന് അതിന് പറയാം. മുന്നേ കേട്ടവരുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ നോക്കട്ടെ.
VAK മെത്തേഡ്. നിങ്ങൾ മറ്റേ WALK എല്ലാം ഉദ്ദേശിച്ച് അതല്ല, ഇത് VAK മെത്തേഡ് ആണ്. ഈ മെത്തേഡ് കയ്യിലുള്ള ഒരു വ്യക്തിക്കില്ലേ ഏത് ടൈപ്പ് ഓഫ് കുട്ടികളെയും പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് പൊതുവെ എല്ലാ കോഴ്സിലും കൊടുക്കുന്നില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് അതൊരു ബോണസ് ആയിട്ട് ഇപ്പൊ ഇവിടെ തരാണ്. ഇത് നിങ്ങൾക്ക് ഒരു ഭയങ്കര ഒരു ടൂളാണ്. ഒരു ടീച്ചർക്ക് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ടൂളാണ് വർക്ക് മെത്തേഡ്. ഈ മെത്തേഡിൽ ഒരു കുട്ടിനെ പഠിപ്പിച്ചാൽ, അതായത് പഠന രീതിയിൽ ഒരു മെത്തേഡിലൂടെയാണ് കുട്ടികൾ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യുക. ഓക്കെ, ഈ 3 രീതിയിലും ഒരു കുട്ടി മീൻസ് മനസ്സിലാക്കി എടുക്കും. പക്ഷെ ഇതിൽ ഒരു രീതിയിൽ കൂടുതൽ കയറി നിൽക്കും. ഈ രീതി ആയിരിക്കും ഈ കുട്ടിക്ക് ഒന്നുകൂടി മനസ്സിലാവുക. ആ രീതി നമ്മൾ ചൂസ് ചെയ്താലായിരിക്കും ആ കുട്ടിക്ക് മറ്റ് 2 രീതി ഉപയോഗിച്ചതിനേക്കാളും എഫക്റ്റ് ആവുക. മനസ്സിലായില്ലേ? ഈ കുട്ടിക്ക് ഉണ്ട്. ഇത് ആദ്യം മനസ്സിലാക്കി വെക്കണം. ഈ 3 മെത്തേഡ് പഠിപ്പിച്ചാൽ ഈ കുട്ടിക്ക് പഠിക്കും. പക്ഷെ ഈ 2 പഠിപ്പിക്കുന്നതിനേക്കാളും കുട്ടിക്ക് എഫക്റ്റ് ആവുക ഏതായിരിക്കും? ഈ 3ാമത്തെ ഈ ഒരു മെത്തേഡ് ആയിരിക്കും. ആ കൂടി നിൽക്കുന്ന മെത്തേഡ് ആയിരിക്കും. ഓക്കെ, ഈ 3 മെത്തേഡ്സിന്റെ പേര് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം. V ഫോർ വിഷ്വൽ. വിഷ്വൽ ആയിട്ടുള്ള കുട്ടികൾ. നിങ്ങളുടെ കുട്ടികളിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാട്ടോ, നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷിക്കാം. ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. എന്താ പറഞ്ഞു തരണ്ടേ അറിയോ? നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് വരിക എന്നുള്ളത്. റെഡി ആണോ? നിങ്ങൾ ഇത്ര കുറച്ച് പേര് വീഡിയോ ഓൺ ആക്കിയിട്ട് എനിക്ക് ക്ലാസ് എടുക്കാൻ ഒരു ചടപ്പ്. എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. എല്ലാരും നിങ്ങൾ ഈനാണ് എന്നെ മിസ് ചെയ്യുന്നു, മിസ്സിനെ കാണാനില്ല, ഒന്ന് വരുമോ എന്നൊക്കെ ചോദിച്ചത്. ഓക്കെ, അപ്പൊ കൂടെ സമ്മതിക്കണില്ല. അച്ചടാ, അത് പ്രശ്നമില്ല. അങ്ങനെയുള്ളവരൊക്കെ ഓഫ് ചെയ്തോ. പക്ഷെ പറ്റുന്നവരൊക്കെ മാക്സിമം വീഡിയോ ഓൺ ചെയ്യാം. ഓഫ് ചെയ്തോ ജുബിന. ഓക്കെ, ജുബിന ഓൺ ചെയ്ത കറണ്ട് ഇല്ല കേട്ടോ. ഓക്കെ, ശരി. ജുബിനൊക്കെ സ്റ്റാർട്ടിങ് മുതൽ ഞാൻ കാണുന്ന കുട്ടിയാ. അതുകൊണ്ട് അവരുടെയൊക്കെ നമുക്ക് എക്സ്ക്യൂസസ് ആക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ എപ്പോഴും ഒരേ എക്സ്ക്യൂസ് ലൈക്ക് അങ്ങനെയുള്ളവർ പ്രത്യേകം ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് ഇതിനായിട്ടിരിക്കുക. ഏതായാലും നിങ്ങൾ നനഞ്ഞു അല്ലേ? നീ കുളിച്ചു കയറാം. ഓക്കെ, എന്തോരം കുട്ടികളാ ജോലിയായി എന്നും പറഞ്ഞിട്ട് വിളിക്കുന്നതെന്ന് അറിയോ? സത്യം പറഞ്ഞാൽ അത് കേൾക്കണേ. ഞാനത് നിങ്ങളുടെ ഏത് മിസ്സിനെ, താഹിറ മിസ്സിനായിട്ട് അയച്ചു കൊടുക്കാറുണ്ട്. ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുതിയ അഡ്മിഷൻ എടുക്കുന്നവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. അത് കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ഇത് വരുള്ളൂ. ഇത് ഇപ്പോഴും നിങ്ങൾ ഇത് കിട്ടുവോ എന്നുള്ള സാധനത്തിൽ നിൽക്കുന്നുണ്ടാവുക. കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. അതുകൊണ്ടൊന്ന് ഉഷാറായിട്ടിരുന്നേ. ഓക്കെ, എന്നെക്കാൾ നല്ലോണം പഠിച്ച ആൾക്കാർ, എന്നെക്കാൾ നല്ല എന്താ പറയാ ഒരുപാട് സെറ്റപ്പ് ആയ എന്റെ കൂടെ പഠിച്ച അവരൊക്കെ എന്റെ അടുത്ത് വന്നു വേടാ എന്തെങ്കിലും കുട്ടികളെ പഠിപ്പിക്കുന്ന സെറ്റപ്പ് ആക്കി തരുമോ? അതാ ചോദിക്കണേ. കാരണം നമുക്ക് അധികം സ്ട്രെസ് ഇല്ല. ബാക്കി എല്ലാം അതിൻ്റെതായ ഒരു സ്ട്രെസ് ഉണ്ടെങ്കിലും ഈ കുഞ്ഞു മക്കളെ അത്ര ഭയങ്കര സ്ട്രെസ് നമുക്ക് വരുന്നില്ല. മനസ്സിലായില്ല? അതുകൊണ്ട് തന്നെ വലിയ ജോലിയൊന്നും വേണ്ട നമുക്ക്. മീൻസ് ഭയങ്കര സ്ട്രെസ് എടുക്കാന്ന് പറയുന്നത് നമുക്ക്, അതായത് ഒറ്റ ഈ ജോലി മാത്രമാണെങ്കിൽ നമുക്ക് എത്ര വലിയ സ്ട്രെസ്സും എടുക്കാം. നമുക്ക് അതിന്റെ അപ്പുറം ഫാമിലി കൊണ്ടുപോകേണ്ടതാണ്, അല്ലെ? കിച്ചൺ കൊണ്ടുപോകേണ്ടതാണ്. അപ്പൊ നമുക്ക് ഏറ്റവും ആസ് എ ലേഡി എന്നുള്ളതിനെ കൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ പ്രീ സ്കൂൾ ടീച്ചർ തന്നെയാണ്. അത് ഞാൻ പ്രീ സ്കൂളിൽ നിന്ന് എടുത്തു പറയും. മനസ്സിലായില്ലേ? അത് നമുക്കൊരു മൈൻഡ് റിലാക്സേഷൻ കൂടിയാണ്. എനിവേ, നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. നമ്പർ 1 is പറഞ്ഞേ. വിഷ്വൽ. ഓക്കെ, ഈ വിഷ്വൽ കാറ്റഗറിയിൽ വരുന്ന കുട്ടികളുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പറയാനാണെങ്കിൽ ഈ കുട്ടികൾ കണ്ട കാര്യങ്ങളാണ് പെട്ടെന്ന് പഠിക്കുക. അതായത് നമ്മള് ഈ കുട്ടിക്ക് എ ഫോർ ആപ്പിൾ എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ഈ കുട്ടിക്ക് ഇത് കാണിച്ചു കൊടുക്കും. പിക്ചർ റീഡിങ് അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് സംഭവങ്ങൾ ഇത് കണ്ടിട്ട് അല്ലെങ്കിൽ അത് കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് മോനെ ആപ്പിൾ എന്ന് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ഈ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ. ഇത് കാണുക എന്ന് പറയുന്നില്ലേ, കണ്ടിട്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും എത്ര തന്നെ കേൾപ്പിച്ചു കൊടുക്കുന്നതിനേക്കാളും ഈ കുട്ടിക്ക് എങ്ങനെ പഠിക്കുന്നതായിരിക്കും പെട്ടെന്ന് ക്യാച്ച് ആവുക ഈ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക്? യെസ്, കണ്ടിട്ട് പഠിക്കുമ്പോഴാണ് ഈ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടുക. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും ഇപ്പൊ പഠിക്കാനുണ്ട്. അതായത് ഇപ്പൊ ഫാത്തിമത്തുൽ മിസ്രിയ ഹാദിയ, അയ്യോ ഞാൻ എക്സാമ്പിൾ എടുത്ത ആള് കുറച്ച് വലിയ പേരായി പോയി. ശരി, അപ്പൊ മിസ്രിയയുടെ കൊച്ചിന്
ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു കുട്ടിയാന്ന് വിചാരിക്കുക. ഈ കുട്ടിക്ക് ആൽഫബറ്റ് എ എത്ര പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര എഴുതിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ കുട്ടി കാണുന്ന ഭാഗത്ത് ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താ വേണ്ടത്? ഇങ്ങനെ കുട്ടി കാണുക എന്നതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഇത് ശരിക്കും പഠിച്ചെടുത്തു. ഇത് പഠിച്ചെടുത്താലേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ കേട്ടാ. അപ്പൊ എന്താണ്, ഇത് കാണുന്ന രീതിയിൽ ഈ കുട്ടിയെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ കാറ്റഗറിയിലെ കുട്ടികൾക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അടുത്തതായിട്ട് ഈ കുട്ടിയുടെ ഇങ്ങനെയുള്ള കുട്ടികളുടെ അടുത്തൊരു പ്രത്യേകത എന്താ പറയട്ടെ. ഇതൊക്കെ നിങ്ങളെ ഒന്ന് ഇതാക്കണം കേട്ടാ. ഓക്കെ, ഇങ്ങനെയുള്ള കുട്ടികൾ ഒരാളെ കുറെ കാലം മുമ്പ് പരിചയപ്പെട്ടു എന്ന് വിചാരിക്കാം. കുറെ കാലം മുമ്പ് പരിചയപ്പെട്ട ഒരു വ്യക്തി പിന്നീട് അയാളെ വീണ്ടും കാണുന്ന സമയത്ത് ആളുടെ ഫേസ് ഒക്കെ നല്ല ഓർമ്മ ഉണ്ടാവും. ഫേസ് ഒക്കെ നല്ല ഓർമ്മ ഉണ്ടാവും. ഞാൻ നിങ്ങൾ അന്ന് അവിടെ കണ്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങളെ പേരെനിക്ക് എങ്ങനെയും കിട്ടുന്നില്ല. കേട്ടിട്ടില്ലേ? അങ്ങനെ പറയാറില്ലേ? ചില കാര്യങ്ങള് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ആ കാഴ്ചക്ക് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഓക്കെ, ഈ ഒരു എപ്പോഴാണോ കണ്ടത്, അല്ലെങ്കിൽ വേറെ ഇവരെന്താ സംസാരിച്ചത്, ഏതൊരു ഒക്കേഷനിലാണ്, അതൊന്നും അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. ബട്ട് ആ ഒരു സീൻ, ലൈക്ക് ആളെ കണ്ടു, ആ ഒരു സംഭവം ഇല്ലേ. ഇപ്പൊ ഒരാളെ കുറിച്ച് പറയുമ്പോ ചില ആൾക്കാർ എടീ ആ വീട് ഇങ്ങനെ മറുള്ള മറ്റേ കറുത്തിട്ട് ഇങ്ങനെ ഇതായിട്ടുള്ള അങ്ങനെ ഇങ്ങനെ, പക്ഷെ അവളെ പേരെങ്ങനെയും കിട്ടുന്നില്ല അറിയുന്നില്ലേ? ഓക്കെ, പക്ഷെ അവർക്ക് കിട്ടും കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കിട്ടും, പക്ഷെ പെട്ടെന്ന് കിട്ടൂല. ഫസ്റ്റ് ഈ സാധനം വരില്ല. ഫസ്റ്റ് ഒരാളെ കുറിച്ച് പറയുമ്പോ ഈ കുട്ടിക്ക് ആദ്യം മുന്നിൽ വരാ ആ ഇമേജ് ആയിരിക്കും. ആ ഇമേജ് ആണ് ആദ്യം വരാം. ബാക്കിയെല്ലാം ബാക്കിലേ വരുള്ളൂ. വരാണ്ടിക്കാൻ ഇവർക്ക് എന്തോ അൽഷിമേഴ്സ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ഇതാ ഞാൻ പറയാം, മൂന്നും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഒന്ന് കേറി നിൽക്കുമ്പോ എന്ത് വരൂ, ഇത് ആദ്യം കേറി വരും. മനസ്സിലായോ? ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഫേസ് ആദ്യം വരും. ഇതാണ് കാഴ്ചക്ക് ഇമ്പോർട്ടന്റ് കൊടുത്ത കുട്ടിയുടെ രണ്ടാമത്തെ പ്രത്യേകത. ഇനി മൂന്നാമത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പൊ ഈ കുട്ടീനെയും കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാല് ഈ കുട്ടി പോയ കാഴ്ചകൾ, നമ്മൾ പോന്ന ഈ വീടിന്ന് വിട്ട് അവിടം വരെയുള്ള കാര്യങ്ങളിൽ ഓള് കണ്ട കാര്യങ്ങള് പെട്ടെന്ന് ഓർത്തെടുത്ത് പറയും. കണ്ട കാര്യങ്ങൾ വളരെ മീൻസ് കൂളായിട്ട് പറഞ്ഞാൽ ഒരുപാട് ചിന്തിക്കേണ്ടി വരൂല. അതേ സമയത്ത് അന്ന് അവരെന്തേലും പറഞ്ഞ, അന്ന് നമ്മുടെ എന്തോ അയാൾ പറഞ്ഞില്ലേ, അത് ആൾക്ക് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും, ഒന്ന് ആലോചിക്കേണ്ടി വരും. ഓക്കെ, പക്ഷെ നമ്മൾ അന്ന് എന്തായിരുന്നു, ഏത് കളറായിരുന്നു അത് കണ്ടേന്ന് പറയുമ്പോ ആ കുട്ടി പെട്ടെന്ന് എടുത്തു പറയും റെഡ് ആയിരുന്നു എന്ന് പറയും. ഓക്കെ, മാത്രമല്ല ഈ ചെറിയ കുട്ടികൾ ഇത് എപ്പോഴാണ് നമുക്കിത് മനസ്സിലാവാന്നറിയോ? കറക്റ്റ് ഈ കുട്ടി ഇന്ന കാറ്റഗറിയാന്ന് മനസ്സിലാക്കാൻ ശരിക്കും സമയം എടുക്കും. 6, 7, 8 ഒക്കെ ആവുമ്പോഴേക്കായിരിക്കും ഒരു കുട്ടി ഏത് കാറ്റഗറി നമുക്ക് കൺഫേം ആക്കി പറയാൻ വേണ്ടി പറ്റാം. നിങ്ങളുടെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞെത്തിയല്ലോ. ഓക്കെ, പക്ഷെ ഒരു കുട്ടീനെ കൊണ്ട് നമ്മൾ പറയുമ്പോ ഒരു ഏജ് വരെ ഈ കുഞ്ഞു മക്കളിലെ ഒരു ഏജ് വരെ മെജോറിറ്റി കുട്ടികളും ഒരു 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 ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ വിഷ്വലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുട്ടികളായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താ അതിന്റെ ഒരു പ്രത്യേകത? കളർഫുൾ ആയിരിക്കും. അതില് കൂടുതൽ കൂടുതൽ പിക്ചേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. 5ാം ക്ലാസ്സിലെത്തുമ്പോ ആ ബുക്കിലുള്ള വ്യത്യാസം എന്താ? 5 മുതൽ അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്ക് ഇതിന്റെ പിക്ചർ കുറയും, റൈറ്റിംഗ്സ് കൂടും. യെസ്, പിക്ചേഴ്സ് കുറയുന്നു, കളേഴ്സ് കുറയുന്നു. വെറും 2 കളേഴ്സിലാ, ഒന്നുകിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ റെഡ്, ഒരു മാതിരി ഒരു റെഡ് മെറൂൺ പ്ലസ് ഒരു വൈറ്റ്, ആ ഒരു കളർ തീമിലേക്കൊക്കെ മാറും. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം ആ ഒരു ടൈം വരെ കുട്ടികൾ കൂടുതലും എല്ലാ കുട്ടികളല്ല, ആ സമയത്തും ഭയങ്കര ഓടിച്ചെറിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അതേ സമയത്ത് മെജോറിറ്റി കുട്ടികളും എവിടെയാണ് കൂടുതൽ ഫോക്കസ് ആവുന്നത്? ആ ടൈമിൽ അതിനെല്ലാം പാന്റ് അയച്ചിടാൻ ആരേനു എല്ലാരും മ്യൂട്ട് ആക്കുക കേട്ടാ. ഓക്കെ, അപ്പൊ അതായത് ഈ പ്രായത്തിൽ കളറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോണ്ടാണ് ഇങ്ങനെ വരുന്നത്. മനസ്സിലായില്ലേ? മാത്രമല്ല നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ പ്രായത്തിലെ കുട്ടികൾ എല്ലാ ഐറ്റംസും നിങ്ങൾ എടുത്തു നോക്കിയോ, ഈവൻ ഡ്രസ് ആയിക്കോട്ടെ, ടോയ്സ് ആയിക്കോട്ടെ, ഒരു ഓർണമെന്റ്സ് ആയിക്കോട്ടെ, ഫുൾ ഓഫ് കളർഫുൾ ആയിരിക്കും. ഭയങ്കര ബ്രൈറ്റ് കളേഴ്സിലെ വെക്കുക. ബിക്കോസ് ഇവർ ഈ ടൈമിൽ കൂടുതലും എന്താണ് വിഷ്വൽ ആയിരിക്കും. പക്ഷെ ചില കുട്ടികൾ, വളരെ റെയർ ആയിട്ടുള്ള കുട്ടികളൊക്കെ ചെറുപ്പത്തിലേ മറ്റേതാന്ന് കാണിച്ചു തരും നമുക്ക്. ഏത് ഓഡിറ്ററി ആണെങ്കിൽ ഓഡിറ്ററി, മറ്റേതാണെങ്കിൽ അങ്ങനെ കാണിച്ചു തരും. ഓക്കെ,
എങ്കിലും മെജോറിറ്റി കുട്ടികൾ ഈ ഒരു ഇതിലാണ് വരുന്നത്. എന്റെ മോളെ കൊണ്ട് ഞാൻ പറയാന്നുണ്ടെങ്കിൽ എന്റെ മോള് ഭയങ്കര വിഷ്വലാ. ഈ കുട്ടികളെ ഒരു പ്രത്യേക വിഷ്വലായിട്ടുള്ള കുട്ടികളെ വേറൊരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരട്ടെ. വീട്ടിൽ എന്തെങ്കിലും പോയോ, സ്റ്റക്ക് ഉണ്ടോ, വീഡിയോ സ്റ്റെക്ക് സ്റ്റക്ക് ഉണ്ടോ? ഓക്കെ, സ്റ്റക്കായി എനിക്ക് ഇപ്പൊ നിങ്ങളെല്ലാം കുഴപ്പമില്ല. സ്റ്റക്കാ, നല്ല പോസിൽ ഇരിക്കുന്നുണ്ട്. എല്ലാരും ബ്ലാങ്ക് ആലോ, പെട്ടെന്ന് എന്ത് പറ്റി? ഓക്കെ, അതായത് നമ്മുടെ വീട്ടില് എന്നെ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? പ്രതികരിക്കണേ. ഉണ്ട്. ഓക്കെ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഐറ്റം കാണാണ്ടായി എന്ന് വിചാരിച്ചു. ഓക്കെ, കാണാണ്ടായി മീൻസ് അങ്ങനെ മിസ്സായി പോയി എന്നല്ല, എവിടെ വെച്ച് നിനക്ക് ഓർമ്മയില്ലാണ്ടായി പോലെ. ഇപ്പോ വീട്ടിൽ ആരെങ്കിലും വെച്ച അവരോട് സാധനം ചോദിച്ചാൽ അവർ ഓർമ്മ, വേഗം കണ്ടെത്തി കൊണ്ടുത്തരും. ഇവരായിരിക്കും ആദ്യം കണ്ടത്. ഉമ്മ ആടെ വെക്കുന്നത് ഞാൻ കണ്ടിനെന്ന് പറയും. ഓക്കെ, ഇക്കാക്കാടെ വെച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഇവർ ആ സാധനം പെട്ടെന്ന് ഓർത്തെടുത്ത് പറയും. പക്ഷെ നമ്മൾ എന്തെങ്കിലും മുന്നോടി ഇവരോട് വേറെ ആരോട് പറഞ്ഞ നീ കേട്ടിനാ, എനിക്ക് ഓർമ്മയില്ല, അവരെന്തേലും പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർക്ക് പെട്ടെന്ന് കിട്ടൂല, കുറച്ച് ഓർത്തെടുക്കണം. പറയും, സമയം എടുത്തിട്ട് പറയും. പക്ഷെ ഈ സംഭവം ഇവർ ആദ്യം എന്റെ മോളോട് ഇടുന്ന എന്ത് മിസ്സായാലും ഫസ്റ്റ് ചോദിക്കാം. അതുകൊണ്ട് വിഷ്വൽ ആയിട്ടുള്ള കുട്ടികളുടെ ഒരു പ്രത്യേകത ഇതാണ്, പെട്ടെന്ന് അവർക്ക് ഇതാക്കാൻ വേണ്ടി പറ്റും. ഇനി ഇവരുടെ അടുത്ത പ്രത്യേകത എന്താ നമുക്ക് നോക്കാം. ഞാൻ ഇങ്ങനെ വഴിയായിട്ട് ഇതാക്കാൻ വേണ്ടി ജസ്റ്റ് നോട്ട് ചെയ്തിട്ടാ വന്നത് കേട്ടാ. ഓക്കെ, ഒന്നും മിസ്സാവരുതല്ലോ. അതുപോലെ ഇവരെ നമുക്ക് കൂടുതൽ ഇവരെ യാത്രകള്, ഓക്കെ, യാത്രകൾ കൂടെ കൂട്ടുന്നത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അവർക്ക് നല്ലോണം അറിവ് കിട്ടും. ഇങ്ങനെയുള്ള കുട്ടികളെ യാത്രകളിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ഓരോന്ന് കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇവർക്ക് നല്ലോണം ഇവർ ക്യാച്ച് ചെയ്യും. ഇന്നത് കണ്ടുപഠിക്കുമല്ലേ. അതായത് കണ്ടിട്ടുള്ള പഠനം ഇവർക്ക് ഭയങ്കരമായിട്ട് യൂസ് ആകും. ഓക്കെ, പിന്നെന്താ, ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എന്തൊക്കെ വെച്ചിട്ടാ പഠിപ്പിക്കേണ്ടി വരും? നിങ്ങളൊന്ന് പറഞ്ഞേ, എന്തൊക്കെ നമുക്ക് ഇവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം? ഫ്ലാഷ് കാർഡ്സ്, ഫ്ലാഷ് Yes, റിയൽ കാർഡ്സ് very ഉപയോഗിക്കാം. റിയൽ സാധനങ്ങൾ വെച്ചിട്ട്. റിയൽ സാധനങ്ങൾ വെച്ചിട്ട് പഠിപ്പിക്കാം. പിക്ചർ കാർഡ്സ്, ഫ്ലാഷ് കാർഡ്സ്, വീഡിയോസ്, ചാർട്ട്സ്, ഡയഗ്രാംസ്, പിന്നെന്താ റിയൽ ഒബ്ജക്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാം നോട്ട് ചെയ്യണേ. ഒന്ന് പിക്ചർ കാർഡ്, മറ്റത് ചാർട്ട്സ്, ദെൻ ഡയഗ്രാംസ്, ദെൻ വീഡിയോസ്, ഫ്ലാഷ് കാർഡ്സ്, റിയൽ ഒബ്ജക്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അതുപോലെ റിട്ടേൺ ഇൻഫർമേഷൻസ് ഇവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. എഴുതിയിട്ട് വായിച്ചിട്ട് പഠിച്ചിട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന കൊടുക്കുന്ന സംഭവമില്ലേ, നോക്കിയിട്ട് പഠിച്ചിട്ട് വരണം, എഴുതിയിട്ട് പഠിച്ചിട്ട് മീൻസ് എഴുതിയിട്ട് ഓളെ കൈ കൊടുത്തിട്ട് പറയാണ് ഇത് നോക്കി വായിച്ച് പഠിച്ചിട്ട് വരണം എന്ന് പറയുന്നത് അവർക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ബൈ ഹാർട്ട് ആക്കാൻ കുറച്ചുകൂടി അങ്ങനെ ബൈ ഹാർട്ട് ആക്കാൻ നോക്കിയിട്ട് ബൈ ഹാർട്ട് ആക്കാൻ എളുപ്പമായിരിക്കും കേട്ടാ. ദെൻ ഇവരുടെ ഒരു ചെക്കാണല്ലോ മാം. പ്രത്യേകത അടുത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും സ്റ്റക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇപ്പൊ കേൾക്കുന്നുണ്ടോ? വീഡിയോ ഓൺ ചെയ്യുമ്പോഴാണോ പ്രശ്നം? ഹലോ, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നു. ഓക്കെ, ശരി. അതായത് എന്തായിരുന്നു ലാസ്റ്റ് നമ്മൾ പറഞ്ഞത്? എഴുതി വെച്ചത് നോക്കി പഠിക്കാൻ വേണ്ടി പെട്ടെന്ന് പറ്റുന്നു. കേൾക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ കേൾക്കാലോ അല്ലെ? അതായത് ഇങ്ങനെയുള്ള കുട്ടികൾ ഉറക്ക വായിച്ച് പഠിക്കില്ല. ഇങ്ങനെയുള്ള കുട്ടികൾ ഉറക്ക വായിച്ച് പഠിക്കുക, അവർ ഭയങ്കര മനസ്സിരുത്തി വായിക്കാന്നൊക്കെ പറയില്ലേ, മനസ്സിൽ വായിക്കുക, സൗണ്ടിൽ വായിക്കൂല ഈ കുട്ടികള്. അപ്പൊ ഈ പാരന്റ്സ് ഇവരെ വെറുതെ വിടുവോ? എന്ത് ചെയ്യും? വെറുതെ ബുക്ക് വെച്ചിരിക്കാണ്ട് ഒച്ചത്തിൽ വായിക്കേ അല്ലേ? എന്നെ പെട്ടിക്കുന്ന ബുക്കും പിടിച്ചിരുന്നിട്ട് അല്ലെ ഉറക്ക വായിക്ക് എന്ന് പറയുമ്പോ ഞാൻ വീഡിയോ ഓഫ് ചെയ്യാതാ ബെറ്റർ.
ഹലോ ആവുമ്പോ ചാറ്റ് ബോക്സിൽ എഴുതി വിടണം കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടുന്ന് പെട്ടെന്ന് വരും. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഞാൻ വീഡിയോ ഓഫ് ചെയ്തല്ലോ. ഓക്കെ മിസ് കേൾക്കുന്നുണ്ട്. ഓക്കെ, ഞാനൊന്ന് ക്ലിയർ ചെയ്തിട്ട് വരാം. എന്തോ പ്രശ്നമുണ്ട്. ഒരുപാട് ആപ്സ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഇവര് വളരെ മെല്ലെ മനസ്സിലായിരിക്കും വായിക്കുക. ഇങ്ങനെയുള്ള കുട്ടികളെ പാരന്റ്സ് എന്ത് ചെയ്യും? അതിൽ നിന്നും പിന്തിരിപ്പിച്ചിട്ട് ഉറക്കെ വായിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും. ഇല്ലേ? ചെയ്യാറില്ലേ? കണ്ടിട്ടില്ലേ? ഇങ്ങനെ അനുഭവം ഉള്ളവരും ഉണ്ടാവും ചിലപ്പോ. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോ കുട്ടികള് അവർക്ക് മനസ്സിൽ വായിക്കുമ്പോഴായിരിക്കും കൂടുതൽ എഫക്റ്റ് ആവുക. ഈ സാധനം നമ്മൾ ഉറക്കെ വായിച്ച് പഠിക്കുന്നു പറയുമ്പോൾ അവർക്ക് അത്ര എഫക്റ്റ് ആവൂല, അവർക്ക് ഉദ്ദേശിച്ച പോലെ പഠിക്കാനും പറ്റൂല. അതുകൊണ്ട് ഇനി മക്കളോട് പറയുമ്പോ ശ്രദ്ധിക്കുക കേട്ടാ. ഇനി ഇവരുടെ അടുത്തൊരു പ്രത്യേകത പറയട്ടെ. അടുത്ത പ്രത്യേകത എന്താന്ന് പറയട്ടെ. ഇവരുടെ കൈയക്ഷരം വന്നിട്ട് വലുതായിരിക്കും. നോർമലി നോക്കാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉരുട്ടി എഴുത്ത് എന്നൊക്കെ നമ്മൾ പറയില്ലേ. വലുത് എന്ന് വെച്ചാല് അസ്വാഭാവികമായിട്ടുള്ള വലിപ്പമല്ല ഉദ്ദേശിച്ചത്. വായിച്ചെടുക്കാണ്ട് ഈ പറയുന്ന ടൈപ്പ് ഓഫ് എഴുത്തില്ലേ, വലിയ എഴുത്ത്. വീണ്ടും സ്റ്റക്ക്. ഞാൻ വീഡിയോ ഓഫ് ചെയ്യാം, അതായിരിക്കും ബെറ്റർ. ഇപ്പൊ ക്ലിയർ ഉണ്ടോ? യെസ്, ഈ ക്ലാസ് ഒക്കെ ക്ലിയർ ഇല്ലാണ്ട് കേട്ടിട്ട് ഒരു കാര്യമില്ലേ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ, ഞാൻ വീഡിയോ ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോഴേ എനിക്ക് ഇത് സ്റ്റക്ക് ഇല്ലാണ്ട് പോകുന്നുള്ളൂ. ശരി, കുറച്ചായിട്ട് റെഡി ആയിട്ട് ലെവലായിട്ട് വീഡിയോ ഓൺ ചെയ്യാം. അതായത് ഈ ഒരു കാറ്റഗറിയിലുള്ള കുട്ടികള് എന്താ പറഞ്ഞത്, വലുതായിട്ട് എഴുതാം. വലുതായിട്ട് എന്ന് പറഞ്ഞാൽ വലിയ ചക്കപ്പുട്ടായിട്ട് എഴുതാന്നല്ല ഉദ്ദേശിച്ചേട്ടാ. നമ്മൾ പറയില്ലേ ഉരുട്ടി എഴുത്ത്, നല്ല ഉണ്ട എഴുത്ത്, അല്ലെങ്കിൽ കുറച്ച് വലിയ എഴുത്ത് എന്നൊക്കെ പറയില്ലേ. ഭയങ്കര വലുതല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. ഇവരുടെ ഹാൻഡ് റൈറ്റിംഗ് ആർക്കും പുറമേ നിന്ന് ആർക്കും വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ചിലരുടെ എഴുത്ത് കണ്ടിട്ട് കുനുകുനാന്ന് എഴുതിയിട്ട് പുറത്തുനിന്ന് ഒരാൾക്ക് വായിക്കാൻ വേണ്ടി പറ്റൂല. ഓക്കെ, ഇത് പക്ഷെ ആർക്കും എടുത്ത് വായിക്കാം. ഓക്കെ, കാരണം ഇവർക്ക് കണ്ട് വായിക്കണ്ടേല്ലേ, കുറച്ച് വലുതായിട്ട് ഇവർ എഴുതാം. അതുപോലെ ഇവരുടെ ലെറ്റേഴ്സിന്റെ ഇടയിലും വേർഡ്സിന്റെ ഇടയിലും മറ്റ് കാറ്റഗറിയിലുള്ള കുട്ടികളെക്കാളും കുറച്ചുകൂടെ ഒരു പൊടിക്ക് ഗ്യാപ്പ് കൂടുതലായിരിക്കും. മനസ്സിലായോ? സ്റ്റക്ക് ആവുമ്പോ സ്റ്റക്ക് എന്ന് പറയണോട്ടാ. ഓക്കെ, അതായത് വേർഡ്സിനും ലെറ്റേഴ്സിനും ഇടയിൽ ഗ്യാപ്പ് ഇച്ചിരി കൂടുതലായിരിക്കും. ഭയങ്കര ഗ്യാപ്പ് അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടാ. നിങ്ങളത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, മറ്റ് കാറ്റഗറീസിനെ വെച്ച് എന്റെ ഒരു കസിനൊക്കെ ഉണ്ട്. ഇങ്ങനെ മുട്ടിച്ച് ഒന്നിനോടൊന്ന് മുട്ടിച്ചിട്ട് അവൾ എഴുതുള്ളൂ. ഒരു വേർഡ് എന്ന് പറയുമ്പോ ചങ്ങല പോലെ ഇരിക്കും. ഓക്കെ, അങ്ങനെ ഇവരെഴുതൂല. ഇവരെഴുതുമ്പോ എങ്ങനെ ഇരിക്കും? അത്യാവശ്യം വേണ്ടത്ര മീൻസ് ഒരു മാക്സിമം എത്ര വേണം ആ ഒരു ലെവലിൽ അവരെന്താക്കും? ഗ്യാപ്പ് ഇടും. അതിന്റെ അപ്പുറം പോവില്ല കേട്ടോ. ഓക്കെ, മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇവരുടെ ഒരു പ്രത്യേകത, ഇവർ പഠിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ കുട്ടികൾ നല്ലോണം പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസുകൾ എന്ത് ചെയ്ത് കൊടുക്കണം? മറ്റേ മാർക്കർ ഉണ്ടല്ലോ, അതിനെന്തോ പറയാ, ഹൈലൈറ്റർ ഒക്കെ വെച്ചിട്ട് സ്പെഷ്യൽ ആയിട്ട് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ ഈ കുട്ടികൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി ഇവർക്ക് എളുപ്പമായിരിക്കും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് പഠിച്ചെടുക്കാൻ ഇവർക്ക് ഭയങ്കര സിമ്പിൾ ആയിരിക്കും ഇങ്ങനെ അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഒരു മിനിറ്റ് ഇട്ടാ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാല്, അതുപോലെ IMP അല്ലെ, പണ്ടൊക്കെ നമ്മൾ ചെയ്തല്ലേ IMP ഇമ്പോർട്ടന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താല് ഇവര് പെട്ടെന്ന് പഠിക്കും. ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട, കാണുന്നുണ്ടോ? ഓക്കെ, അപ്പൊ
ഇതാണ് ഇവരുടെ പ്രത്യേകത. അതായത് മൊത്തത്തിൽ പറയാന്നുണ്ടെങ്കിൽ ഇവർ കണ്ടിട്ടാണ് പഠിക്കുക. അവർ പിക്ചേഴ്സ്, കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങള്, വലിയ വലിയ എഴുത്ത്, ഇതൊക്കെയാണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുക. പിന്നെ പറയാന്നുണ്ടെങ്കിൽ മെല്ലെ വായി ഓക്കെ. അതായത് ഇവര് മെല്ലെ വായിക്കുള്ളൂ. പിന്നെന്തായിരുന്നു പറഞ്ഞത്? പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഇവർക്ക് ഏത് ടൈപ്പ് ഓഫ് അപ്രിസിയേഷൻസ് ആയിരിക്കും ഇഷ്ടമുണ്ടാവുക? എങ്ങനെയാണ് അവരെ അഭിനന്ദിക്കേണ്ടത്? ഒരു കാര്യത്തിൽ എങ്ങനെയാണ് ഇവർക്ക് നമ്മൾ അഭിനന്ദിക്കുക, അപ്രിസിയേഷൻ കൊടുക്കുക, ഒരു അപ്രിഷിയേറ്റ് കൊടുക്കൽ എങ്ങനെ വേണം? നിങ്ങളുടെ ഐഡിയ പറഞ്ഞേ. എന്തെങ്കിലും ഐറ്റംസ് കൊടുത്തോണ്ട് ഗിഫ്റ്റ്. ഗിഫ്റ്റ് കൊടുക്കണം. വെരി വെരി ഗുഡ്. ഇവർക്ക് എന്താ വേണ്ടത്? ഗിഫ്റ്റുകളാണ് ഇവർക്ക് വേണ്ടത്. ഇവരുടെ വാവ്, ബ്യൂട്ടിഫുൾ, അമേസിംഗ് എന്നൊക്കെ പറയുമ്പോൾ സന്തോഷം ഉണ്ടാവും. ഞാൻ പറഞ്ഞു മൂന്നും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇവരെ ഒന്നുകൂടി ആ ഒരു കംപ്ലീറ്റ് ആവാന്ന് പറയുന്നില്ലേ, നമ്മൾ അതിലൊന്ന് അവർക്ക് ആ ഒരു സന്തോഷം പൂർണ്ണമാവണമെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടണം. കാണുന്ന രീതിയിൽ എന്തെങ്കിലും കിട്ടണം. ഓക്കെ. അത് വെറുതെ ഒരു നമ്മൾ അവരെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞാലും പറ്റൂല. എങ്ങനെ? മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ, ടീച്ചേഴ്സിന്റെ മുമ്പിൽ, അതേപോലെ നമ്മളെ ഫാമിലീസിന്റെ മുമ്പിലൊക്കെ അവരെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞാലും അത് പക്ഷെ ഇവരെ കംപ്ലീറ്റ് ആവൂല. അവർക്ക് സന്തോഷം ഉണ്ടാവും, എന്തായാലും സന്തോഷം ഉണ്ടാവും. അതായത് ഇപ്പൊ ഞാന് ഇപ്പൊ ഒരു പൊതുവെ ഒരു ഭാര്യ, അതായത് ഒരു ഭാര്യ എന്ന് വിചാരിക്കുക കേട്ടാ. ഭാര്യ വിഷ്വൽ ആണെന്ന് വിചാരിക്കുക. ഈ ഭാര്യ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഹസ്ബൻഡിന് പൈസക്ക് ആവശ്യം വന്നപ്പോ ഗോൾഡ് ഒക്കെ കൊടുത്ത് ഭയങ്കര ഹെൽപ്പാക്കി അവർ കയറി വന്നതിന് ശേഷം ഇവരുടെ അടുത്ത് പറയാം, നീ അന്ന് എന്നെ സഹായിച്ചതിൽ ഇത്ര എനിക്ക് സന്തോഷം, നീ എനിക്ക് അത്ര കിട്ടിയ നിധിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു 90% അവർക്ക് കിട്ടി. എങ്കിലും ഒരു 10% അവിടെ ബാക്കിയുണ്ട്. ആടെ എന്ത് നമ്മൾ കൊടുക്കണം? എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്താൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. മനസ്സിലായോ? സംഭവം കത്തിയോ? ഓക്കെ. ഇത് അവർക്ക് ആ ഒരു ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവണം എന്നുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റ് കിട്ടണം, കിട്ടിയിരിക്കണം. അത് ചെറിയ ഫ്ലവർ മതി, ജസ്റ്റ് ഫ്ലവർ മതിയായിരിക്കും, പക്ഷെ അത് കിട്ടണം. അതാണ് അവരുടെ ഹാപ്പിനെസ്. അതിപ്പോ നമ്മളൊരു ഡ്രസ്സ് കൊടുക്കുന്നത് വിചാരിച്ചു, ഒരു ഡ്രസ്സ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്, വെറുതെ കിട്ടിയ പാക്കറ്റ് കൊടുക്കുന്നതിനേക്കാൾ എഫക്റ്റ് ആവുക എന്തിലാന്നറിയോ കുട്ടികൾക്ക്? നല്ല കളർ ഗിഫ്റ്റ് പേപ്പറിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേറെ ഒന്നും വേണ്ട. അതായിരിക്കും. ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എങ്ങനെ ചെയ്യണം? ഡിറ്റേഷനൊക്കെ നല്ല മാർക്കൊക്കെ മേടിക്കുമ്പോൾ ഒരു പെൻസിലോ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് എന്താക്കാം? ആ കുട്ടിനെ അടുത്ത ലെവലിലേക്ക് ഉയർത്തി കൊണ്ടുവരാണ്ടി പറ്റും. മനസ്സിലായോ? വിഷ്വൽ ഓക്കെ അല്ലേ? വിഷ്വൽ എല്ലാവർക്കും മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ വിഷ്വൽ ആയിട്ടുള്ള കുട്ടികളെ കുറിച്ചിട്ട്? ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ക്ലിയർ ആയവരൊക്കെ ഒന്ന് ചാറ്റ് ബോക്സിൽ തംസ് അപ്പ് ചെയ്തേ. ഓക്കെ, ശരി. അപ്പോ ഇനി നോക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുട്ടികൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇനി അടുത്ത കാറ്റഗറി പറയട്ടെ. ഇത് ഓരോ കാറ്റഗറി പറയുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കറിയോ? ഞാൻ വിഷ്വലായിരുന്നല്ലോ, ഇപ്പൊ ഞാൻ ഓഡിറ്ററി ആയോ എന്ന് വിചാരിക്കും. ഓക്കെ. വാക്ക് മെത്തേഡിൽ നെക്സ്റ്റ് ലെറ്റർ ഏതാ? A stands for auditory. ഓഡിറ്ററി. കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം എന്തായിരിക്കും. കേൾവിയിലൂടെ എല്ലാം കേട്ട് പഠിക്കുന്നത്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു സാധനമുണ്ട്. ഇതിനൊരു സിവിയാരിറ്റി ഉണ്ട് കേട്ടാ. സിവിയാരിറ്റി എന്ന് പറയുമ്പോ ചിലർക്ക് ഭയങ്കരമായിട്ട് ഈ സാധനം ഉണ്ടാവും, ഭയങ്കര ഒന്നിൽ ഫോക്കസ്. അതായത് നോർമൽ ആയിട്ടുള്ള കുട്ടികൾക്ക് കുറച്ചൊരു പൊടിക്കേ കയറി നിൽക്കുള്ളൂ. അതുകൊണ്ട് വലിയ പ്രശ്നം, വലിയ സീൻ ഉണ്ടാവില്ല. അവർ ഈ മൂന്ന് മെത്തേഡിൽ കൊടുത്താലും അവര് ക്യാച്ച് ചെയ്യും. പക്ഷെ മറ്റേത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് കിട്ടും. ചില കുട്ടികൾ ഇതിൽ ഭയങ്കര സിവിയാരിറ്റി കൂടിയ ആൾക്കാരുണ്ട്. ഭയങ്കര ഫോക്കസ്, ഭയങ്കര എന്താണ് പറയാ, ഇപ്പൊ മലയാളത്തിൽ ഇപ്പൊ എന്താ പറയാ, ഊന്നിപ്പോവാന്നൊക്കെ പറയില്ല, ഒന്നിന് കുറച്ചുകൂടി ഊന്നലുള്ള കുട്ടികളുണ്ടാവും. ഭയങ്കര പവർലി സാധനമുള്ള കുട്ടികളുണ്ടാവും കേട്ടാ. അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്നറിയോ? അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അതൊന്ന് മൈൻഡിൽ വെക്കണേ. ഓക്കെ, എന്നോട് ചോദിക്കണം ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ. ഓക്കെ. അപ്പൊ ഈ ഓഡിറ്ററി ആയിട്ടുള്ള കുട്ടികള് സ്വാഭാവികമായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്
ഇവര് കേട്ടിട്ട് കാര്യങ്ങള് പഠിച്ചെടുക്കുന്ന കുട്ടികളാണ്. ഈ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് ഇത് എന്നൊക്കെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഇവർക്ക് ഇങ്ങനെ ഓഡിറ്ററി ആയിട്ട് നല്ലോണം കൊടുക്കണം. ഇങ്ങനെ എനിക്ക് എന്റെ അനുഭവ ഇതിൽ ഞാൻ പറയുവാന്നുണ്ടെങ്കിൽ ഓഡിറ്ററി ആയിട്ടുള്ള കുട്ടികളാണ് കൂടുതലും പഠനത്തിൽ മുന്നോട്ട് വരാം. ബിക്കോസ് എന്തായിരിക്കും കാരണം? ക്ലാസ്സിൽ ശ്രദ്ധിച്ചാൽ മതിയാകും. യെസ്, ക്ലാസ്സില് ഉണ്ടാവും. ഒരു യെസ്, കൂടുതൽ ശതമാനവും ക്ലാസ്സില് എക്സ്പ്ലനേഷനാ വരുന്നത് അല്ലെ? അപ്പൊ ഈ കുട്ടികൾ ഭയങ്കരമായിട്ട് ഇത് ക്യാച്ച് ചെയ്യും. ഭയങ്കരമായിട്ട് മറ്റുള്ള കുട്ടികളെക്കാളും ഈ ഓഡിറ്ററി ആയിട്ടുള്ള കുട്ടികൾ ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. പക്ഷെ അതിന് സീവിയാരിറ്റിക്ക് അനുസരിച്ചിട്ടാണ്. പൊടിക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നോർമൽ ലെവലിൽ തന്നെ ഉണ്ടാവുള്ളൂ. ഈ സീവിയാരിറ്റി കൂടുതൽ ഓഡിറ്ററിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, ആ കുട്ടി ക്ലാസ്സിലെ ടോപ്പർ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു കാര്യം. ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ആ ഈ വിഷ്വലി ആയിട്ട് കാലിബർ ഉള്ള കുട്ടികളെ നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ രീതിയിലുള്ള കാര്യങ്ങൾ കൊടുക്കണം. ഒന്ന് ഇവരെ പിക്ചർ ത്രൂ കണ്ടിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കൊടുക്കണം. നിങ്ങൾ എന്താണോ കുട്ടിയിലേക്ക് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കുട്ടി കണ്ട് പഠിക്കുന്ന മെത്തേഡ് എന്തൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോ വീഡിയോ ത്രൂ ആ പഠിപ്പിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ട്. ഇനി കാർഡ് ത്രൂ തരാൻ പറ്റില്ല. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, അതായത് ഇങ്ങനെയുള്ള കുട്ടികളെ ഈ മെത്തേഡ് യൂസ് ചെയ്യാം. അതല്ല, ഈ കുട്ടികൾ ഏത് കാര്യത്തിലും കഴിവ് കൂടുതൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവർക്ക് അപ്രിസിയേഷനാ കൊടുക്കണ്ടേ. നമ്മുടെ മെയിൻ ടൂൾ ഒരു ടീച്ചറുടെ അല്ലെങ്കിൽ ഒരു പാരന്റിന്റെ കുട്ടികളുടെ കഴിവ് പുറത്തെടുക്കാനുള്ള ബെസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് സ്ട്രോക്ക് എന്ന് അതിന് പറയാം. അപ്രിസിയേഷൻസിന് എന്താ പറയാ? സ്ട്രോക്ക്. ഓക്കെ, ഈ സ്ട്രോക്ക് ആണ് കുട്ടികൾക്ക് കുട്ടികളെ മികച്ച ഒരു കാര്യത്തില് ഇപ്പൊ ഞാൻ പറയാണ്, ഷർമിന ആണ് എന്റെ ബെസ്റ്റ് സ്റ്റുഡന്റ്, ഷർമിനയാണ് എന്റെ ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റ്, ഞാൻ ക്ലാസ് ഏറ്റവും ആദ്യം ഷർമിനയാണ് എപ്പോഴും കയറാ, എനിക്ക് ഷർമിനയിൽ അത്ര പ്രതീക്ഷ ഉണ്ട്. ഇതൊക്കെ സ്ട്രോക്ക് ആണ്, ഒരു കുട്ടി കൊടുക്കുന്ന അപ്രിസിയേഷൻ ആണ് അല്ലെ? ഇത് കേൾക്കുന്ന ഷർമിന നെക്സ്റ്റ് ക്ലാസ് മുതൽ ഇതിൽ ഏറ്റവും ബെറ്റർ ആവാൻ നോക്കൂലേ? ഇതുവരെ ഉള്ളതിനേക്കാൾ ഒന്നുകൂടി എന്റെ അടുത്ത് ബെറ്റർ ആവാൻ ശ്രമിക്കൂലേ? നിങ്ങൾ തന്നെ പറഞ്ഞോ, ഇല്ലേ? അല്ലെ? യെസ്. അതേ സമയത്ത് ഈ ഷർമിന ഒരു 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 വിഷ്വൽ ആയിട്ടുള്ള ഒരാളാന്നുണ്ടെങ്കിൽ ഞാൻ ഷർമിനക്ക് ദ ബെസ്റ്റ് സ്റ്റുഡന്റ് ഓഫ് ദ ഇയർ എന്നൊക്കെ പറഞ്ഞ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി നെക്സ്റ്റ് ഇയറിൽ അതിനേക്കാൾ വേറെ ലെവലാവും. ഇപ്പൊ കളറിംഗിൽ ഫസ്റ്റ് കിട്ടിയ ഒരു കുട്ടിക്ക് ആ കുട്ടിക്ക് ഒരു ക്രയോൺസ് കൊടുത്തിട്ട് പറയാണ് നീയാണ് കളറിംഗിൽ ഏറ്റവും സൂപ്പർ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു കുട്ടി ഒട്ടും നീറ്റ് അല്ലാണ്ട് എഴുതുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, ഇത് ഏത് കാറ്റഗറിയിലെ കുട്ടിക്കും എഫക്ട് ആവുന്ന സാധനമാണ്. ഈ 3 കാറ്റഗറിയിലെ കുട്ടിക്ക് ഇത് എഫക്ട് ആവും. ഒട്ടും നീറ്റ് ഇല്ലാത്ത എഴുത്താണ്. നിങ്ങൾക്ക് എന്താണോ ഒരു കുട്ടിയിൽ വേണ്ടത് അത് ആ കുട്ടിയാണ് എന്ന് ആ കുട്ടിയെ ധരിപ്പിക്കണം നിങ്ങൾ. അതൊരു ടൂളാണ്, ടീച്ചേഴ്സ് ടൂളാണ്. എന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നീറ്റ് ആവണം ഈ കുട്ടി ഒന്നുകൂടി. മറ്റുള്ള കുട്ടിയുടെ അടുത്ത് പറയാം, നോക്ക് ജന്നന്റെ എഴുത്ത് നോക്കിയേ, എന്ത് നീറ്റ് ആയിട്ട് എഴുതുന്നത്, മിടുക്കിയാണ്, മാഷാഅല്ലാ, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞാലില്ലേ ഈ കുട്ടി എന്നെയും അത് നീറ്റ് ആക്കും. അതേ സമയത്ത് ഇങ്ങനെയൊന്നും അല്ല എഴുതണം, ഒരു വൃത്തിയില്ല, ഇങ്ങനെയാണോ എഴുതാ, നിന്റെ എഴുത്ത് മാത്രം ശരിയാകുന്നില്ല എന്ന് പറഞ്ഞാൽ കുട്ടി വീണ്ടും ബാക്ക് അടിച്ച് പോവും. ഈ കുട്ടി ട്രൈ ചെയ്യൂല, നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ ട്രൈ ചെയ്യൂല. ഇത് നിങ്ങൾക്ക് ഭയങ്കര സംഭവമാണ്. ഇത് കിട്ടിയവർക്ക് കിട്ടി, അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാനൊക്കെ ഈ ലെവലിൽ ഇപ്പൊ ഇടത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സ്ട്രോക്കിന്റെ പവർ കൊണ്ടാ. മനസ്സിലായില്ലേ? ഏത് ടൈപ്പ് ഓഫ് കുട്ടിനെ നിങ്ങളുടെ ആ ഒരു ഇതിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സ്ട്രോക്ക് ഹെൽപ്പ് ആവും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള വിഷ്വൽ ആയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് പ്ലസ് എന്തെങ്കിലും ഗിഫ്റ്റ് കൂടെ ആവുമ്പോ കംപ്ലീറ്റ് ഫ്ലാറ്റ്. ഓക്കെ, പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന ലെവലിലേക്ക് അവർ വരും. മനസ്സിലായിട്ടാണ്? ആരെ ഷർമി അല്ലേ ചോദിച്ചാൽ ഓക്കെ അല്ലേ ഷർമി, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, അവർ ബെറ്റർ ആയിട്ട് വരും. ഇനി നമ്മൾ ഓഡിറ്ററി ആയിട്ടുള്ള കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കേട്ടിട്ട് ഞാനൊക്കെ 8ാം ക്ലാസ് ഒരു 9ാം ക്ലാസ് എത്തുമ്പോ എനിക്ക് മനസ്സിലായി ഞാൻ ഓഡിറ്ററിയാന്നുള്ള കാര്യം. ഓക്കെ, എന്റെ പാരന്റ്സിന് ഇത് അറിയുമെങ്കിൽ എനിക്ക് ആദ്യം മനസ്സിലാക്കിയിട്ട് ആ ലെവലിൽ ആ ടൈം വരെ ഞാൻ ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. ഓക്കെ, അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് മനസ്സിലായി ഞാനൊരു ഓഡിറ്ററി പേഴ്സൺ ആണ്. സോ ഞാൻ എന്ത് ചെയ്യും, ഞാൻ പഠിക്കുന്ന കാര്യം വോയിസ് ഞാൻ എന്റെ ഉമ്മാന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യും. പണ്ടൊക്കെ മറ്റേ ടൈപ്പ് എന്താണ് പേര് ഓർമ്മയില്ല, ആ ഒരു ഫോണാണ് കേട്ടാ. ഞാൻ 10ിലൊക്കെ പഠിക്കുമ്പോൾ അത്ര പഴയ കാലമൊന്നും അല്ല, എന്റെ ചെറിയ പ്രായമുള്ളൂ ഗൈസ്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓഡിയോ ഇത് എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ തന്നെ കേട്ട് പഠിക്കാൻ തുടങ്ങി. പക്ഷെ ആ സമയത്ത് ഞാൻ ഓഡിറ്ററി ആണ്, വിഷ്വൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഓഡിറ്ററി എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ.
പക്ഷെ എനിക്ക് മനസ്സിലായി കേട്ടിട്ടാണ് ഞാൻ പഠിക്കുക എന്നുള്ള കാര്യം. ഓക്കെ, ആ ഒരു സാധനത്തിലാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്കറിയോ? അതായത് എന്റെ അടുത്ത് ഇപ്പൊ എന്റെ അടുത്ത് പറയാണ് 4 മണിക്കൂർ ഇരുന്ന് നീ ക്ലാസ് എടുക്കണം. ഓക്കെ, 4 മണിക്കൂർ ഇരുന്ന് ക്ലാസ് എടുക്കണം. അപ്പൊ ഞാൻ ചോദിക്കാം, എനിക്ക് നോട്ട്സ് വേണം എന്നുള്ളതല്ല, അത് ആ ക്ലാസ് എനിക്ക് വേറെ എവിടെയെങ്കിലും കേൾക്കുകയോ അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് എനിക്ക് കേൾക്കണം. ആ കേട്ടിട്ടുണ്ടെങ്കിൽ 4 അല്ല 40 മണിക്കൂർ ഞാൻ ഇരുന്നിട്ട് ക്ലാസ് എടുക്കും. മനസ്സിലായോ? അതേ സമയത്ത് എന്നോട് അത് എഴുതാൻ പറഞ്ഞാൽ ഞാൻ എഴുതൂല. അങ്ങനെ കുറച്ച് പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ ഓഡിറ്ററി പേഴ്സണാലിറ്റീസ്. ഞാൻ പറഞ്ഞുതരാം. എനിക്ക് എഴുത്ത് എനിക്ക് ഇഷ്ടമില്ല, പണ്ടേ ഇഷ്ടമില്ല. 10ാം ക്ലാസ്സിലൊക്കെ എന്റെ ഗ്യാങ് ആണ് എനിക്ക് മൊത്തം എഴുതി തന്നത്. പക്ഷെ അവരെക്കാളും മാർക്ക് എനിക്ക് കേട്ടോ. എന്നാലോ സബ്മിറ്റ് ചെയ്യാൻ പറയുമല്ലോ, നമ്മുടെ ബുക്ക് ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറയില്ലേ ഇയർ എൻഡില്. പക്ഷെ എല്ലാരും കുത്തിരുന്ന് എഴുതാണ്. എന്താ ഞാൻ എഴുതൂലേ ഒരു നോട്ട് എടുത്തിട്ട്? അങ്ങനെ പോലും ഞാൻ എഴുതൂല കേട്ടോ. അപ്പൊ എന്റെ ലെവൽ ഏത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പക്ഷെ ഒരു ക്ലാസ്, ഞാൻ ഒരാളുടെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ, അത് എത്ര വലിയ ആളെ ക്ലാസ് കേട്ട് കഴിഞ്ഞാലും അത് രണ്ടാമത് എടുക്കുമ്പോ അതിനേക്കാളും ഒരു സ്റ്റെപ്പെങ്കിലും ബെറ്റർ ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ബിക്കോസ് ഐ ആം എൻ ഓഡിറ്ററി പേഴ്സൺ. ഓക്കെ, അതാണ് ഓഡിറ്ററി ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് പഠിക്കുന്ന ഒരു സ്റ്റൈല് ഞാൻ പറഞ്ഞത്, ഇത് പലർക്കും കണക്ട് ആവും. ഓക്കെ, ഇവര് പഠിക്കുന്ന സ്റ്റൈൽ എന്ന് പറയുമ്പോ ഇവർക്ക് പഠിക്കണമെങ്കിൽ ഒരു വടി, ഓക്കെ, ഒരു വടി, ഒരു ബുക്ക്, ഒരു ചെയറൊക്കെ, ഒരു ടീച്ചർ ഒരു കുട്ടിനെ എങ്ങനെയാ പഠിപ്പിക്കുക അല്ലെ? ഞാൻ തന്നെ എന്നോട് ക്വസ്റ്റ്യൻ ചെയ്യുന്നു, പറയൂ, ഫസ്റ്റ് ആൻസർ പറ. ഞാൻ തന്നെ പറയുന്നു യെസ്, വെരി ഗുഡ് ജോബ്, അടിപൊളി. നെക്സ്റ്റ് പറ. ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളോ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പഠിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവരിങ്ങനെ എങ്ങനെ പഠിക്കുക? ഇവരുടെ സ്റ്റഡി രീതി എങ്ങനെയാണ്? പഠിക്കുന്ന ഒരു രീതി എങ്ങനെയാണ്? ഈ രീതിയിൽ ടീച്ചിങ് സ്റ്റൈലാണ് ഇവരുടെ പഠന രീതി. മനസ്സിലായില്ലേ? ഇവര് ടീച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും പഠിപ്പിക്കുക. അവർക്ക് ഒരു വടിയൊക്കെ കിട്ടിയ ഉഷാറ്, വേറൊന്നും വേണ്ട, പൊളിച്ച്. ഓക്കെ, ഒരു ബോർഡ്, ഒരു സ്കെച്ച് പെൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവരെ പഠിച്ചതിനെ ആൾ ചിന്തിക്കേണ്ട, അവരായിക്കോളും. ഓക്കെ, അതാണ് ഇവരുടെ ഒരു സ്റ്റഡി രീതി, സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാ, ഈ കുട്ടികൾ നിങ്ങൾ ഒരു കാരണവശാലും സ്കൂളിൽ ലീവ് ആക്കാൻ പാടില്ല. ഇതാണ് ഇവരുടെ ഒരു പ്രശ്നം, ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ കുട്ടികൾ സ്കൂള് ലീവാക്കി കഴിഞ്ഞാലാണ് പണി അത്രയും വരിക. പിന്നെ അവർക്ക് അതിനോട് കണക്ട് ചെയ്ത് പോവാൻ ഭയങ്കര പ്രഷർ ആയിരിക്കും. അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, എസ്പെഷ്യലി മാത്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കഷ്ടപ്പെട്ടു പോകും. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു കുട്ടികളുടെ വേറൊരു പ്രത്യേകത എന്താ അറിയോ? ഇവര് എന്താ പറയാ, ഈ പഠിക്കുന്ന ഈ കാറ്റഗറിയിൽ ഇതിന് ഞാൻ പറഞ്ഞില്ല, സിവിയാരിറ്റി പറഞ്ഞില്ലേനോ? എല്ലാരും ഒന്ന് ഓക്കെ, എല്ലാരും മ്യൂട്ട് ചെയ്യാട്ടോ. എവിടുന്നോ വോയിസ് വരുന്നുണ്ട്, ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഗാലക്സി A05S. ഓക്കെ, പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ സിവിയാരിറ്റി കൂടുമ്പോ ഇവർക്ക് ഇങ്ങനെയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവർക്ക് പഠിക്കേ വേണ്ടി ഇവര് ബുക്ക് തുറന്നു നോക്കില്ല. ഇവര് ബുക്ക് വീട്ടിൽ നിന്ന് തുറന്നു പോലും നോക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ സിവിയാരിറ്റി കൂടുന്നവരാണ് പറഞ്ഞേട്ടാ, കറക്റ്റ് സ്കൂളിൽ പോവാ. പക്ഷെ വീട്ടിൽ നിന്ന് ഒരു പുസ്തകം തിരിച്ചോ മറിച്ചോ ഇവര് നോക്കൂല. എന്നാ ക്ലാസ്സിൽ ടോപ്പർ ആരായിരിക്കും? മാം പറഞ്ഞ മാതിരിയാണ് എന്റെ മക്കള്. മാഷാഅല്ലാ. അന്നത്തെ കിട്ടൂല. ഞാൻ ലീവാക്കി വെക്കുകയല്ല, പക്ഷെ ഇതേപോലെയാണ് മാം പറഞ്ഞ മാതിരി അവര് സ്വന്തം ബോർഡൊക്കെ വെച്ച് ഫിറ്റ് ചെയ്ത് പോലെ തന്നെ. പിന്നെ ഇപ്പൊ ഒരു രണ്ടാളുണ്ട് എനിക്ക്, 2 പെൺകുട്ടാ. ഒരാളും മറ്റോക്കും ക്ലാസ് എടുത്തെടുക്കും, ഇങ്ങോട്ടും വെരി ക്ലാസ് ഗുഡ്. എടുത്തിട്ട് അങ്ങനെയാ പഠിക്കുക. ബുക്ക് എടുത്ത് വായിക്കാൻ പറഞ്ഞാല് കേൾക്കുകയില്ല. പക്ഷെ മാഷാഅല്ലാ കുഴപ്പമൊന്നുമില്ല. ഇതുവരെ LKG മുതൽ ഇപ്പൊ 3ാം ക്ലാസ്സിലാണ് മൂത്ത മോള്. ഇതുവരെ ടോപ്പാണ് ക്ലാസ്സിൽ. അപ്പൊ ഞാനിങ്ങനെ മാമിനോ പറയും ബുക്ക് വീട്ടിൽ നിന്ന് തൊടേയില്ല. അപ്പൊ മാം പറയും കുഴപ്പമില്ല, ഓള് പഠിക്കുന്നുണ്ട് ക്ലാസ്സില്, കുഴപ്പമില്ല, ഓളാണ് ടോപ്പ് എന്നൊക്കെ പറയും. അപ്പൊ പിന്നെ ഒരു സമാധാനമാണ്. അപ്പൊ ക്ലാസ്സിൽ ശ്രദ്ധിക്കണോണ്ടാണ്. പക്ഷെ ഒരു ദിവസം ലീവ് ആക്കി കഴിഞ്ഞാൽ മാം പറഞ്ഞ മാതിരി തന്നെ അന്നത്തെ ലേശം ഒരു ബേക്കാ, പിന്നെ പഠിച്ചെടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ കാറ്റഗറിയിൽ വരുന്ന കുട്ടികളുടെ മെയിൻ ഇത് ഇങ്ങനെയാണ് വരിക. അപ്പോ ഈ ഒരു കാറ്റഗറി ഞാൻ അതാ പറഞ്ഞത്, ഓടിച്ചേരി ആണെങ്കിൽ നമുക്ക് ഭയങ്കര സ്മൂത്തായി പണി കുറഞ്ഞു കിട്ടും. ഇനിയിപ്പോ ഞാൻ പറയട്ടെ, ഇവര് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അതിലൂടെ ഒരു ഉമ്മാമ പാസ് ചെയ്താ ഉമ്മാമ പറയാ ആരാ
ആരാണ് ഇന്ത്യന്റെ ഫസ്റ്റ് ഇതെന്താണ് അവരോടൊക്കെ ചോദിക്കുക. ആരും അവരെ മുന്നിലൂടെ പോരുത്, പാസ് ചെയ്യുന്നവരെ അവർ വെറുതെ വിടൂല. അപ്പൊ ഇതാണ് ഇവരുടെ ഒരു സ്റ്റഡി മെത്തേഡ്. പഠിക്കുന്ന കുട്ടികൾ ഇതിന്റെ സീവിയാരിറ്റി കൂടുമ്പോഴാണ് ബുക്കേ വേണ്ട അവർക്ക്, പിന്നെ ബുക്ക് വേണ്ട ഒന്നും വേണ്ട, ആ എക്സാമിന്റെ തലേന്നൊക്കെ മറിച്ച് നോക്കിയാലായി. ഓക്കെ, ഇതിന്റെ സീവിയാരിറ്റി കൂടിയ ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഞാനിപ്പോ കല്യാണം ഉണ്ടായി പറഞ്ഞില്ലേനോ, അതെന്റെ കാർണോറാട്ടോ. എന്റെ സ്റ്റാറ്റസ് ഒക്കെ കണ്ടവർക്ക് അറിയാം. ഓക്കെ, അപ്പൊ ഈ കല്യാണമുള്ള ഇവന് ഓഡിറ്ററിയാണ്. ഇവന് ഓഡിറ്ററി ആട്ടോ. ഓന്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ 7:15 പോവും സ്കൂളിൽ. ഓക്കെ, ഞാന് 10 പഠിക്കുമ്പോ ഇവൻ 9 അങ്ങനെ ഉണ്ടാവും എപ്പോഴും. ഓക്കെ, അവന്റെ 1 വയസ്സ് ഇളയതാണ് കേട്ടോ. കാർഡോർ എന്ന് പറയുമ്പോ ഉമ്മാടെ ആങ്ങള. ഓക്കെ, അപ്പൊ ഇവൻ എന്താക്കും, ഇവന് പോകുന്ന ടൈം അറിയോ? 10 മണിക്കാണ് ബെല്ലടിക്കണ്ടെങ്കിൽ 9:45 ഇരുന്ന് ഇറങ്ങുവന്. അവിടെ എത്തുമ്പോഴേക്ക് 10:05 ആയിട്ടുണ്ടാവും. ഓക്കെ, പോയിട്ട് വരുന്നുണ്ടാകും. പിന്നെ ബുക്കൊന്നും തൊടൂല, ബാഗൊന്നും ആ ഭാഗത്തേക്ക് ഞാൻ പറയണ എന്തെങ്കിലും അണലിയാണ്ട് കയറി കിടക്കുന്നുണ്ടാവും, അവനെ തുറക്കൂല. ഓക്കെ, എന്നാ എക്സാം ആയിക്കോട്ടെ, ക്വിസ് ആയിക്കോട്ടെ, ഇങ്ങനെ വിളിച്ചു പറയില്ലേ, നമുക്ക് ഭയങ്കര പ്രൗഡാ. ഓക്കെ, ഹൈസ്കൂളിൽ ഇങ്ങനെ വിളിച്ചു പറയും, ഇങ്ങനെ ഇന്നത്തെ ക്വിസ് നടന്നു, വിജയ് എന്ന് പറയുമ്പോൾ എന്റെ ഫ്രണ്ട്സ് എല്ലാം പറയും എന്തിനാ ഇവർ അനൗൺസ് ചെയ്യുന്നത്, സക്ലീൻ ഓൻ തന്നെ ആയിരിക്കും ഉറപ്പാ, വേറൊരു പേരില്ലാടാ. ഓക്കെ, എന്ത് മീൻസ് എക്സാമിനായിക്കോട്ടെ ടോപ്പർ ആയിരിക്കും, എല്ലാവരും ടോപ്പർ ആയിരിക്കും, എല്ലാം ടോപ്പ് ആൻഡ് ടോപ്പ് ആയിരിക്കും. അവരിപ്പോ ഡോക്ടറാണ്, ഡോക്ടർ പ്ലസ് ഇപ്പൊ PG ചെയ്യാണ്, റേഡിയോളജി ആണ് കിട്ടിയിരിക്കുന്നത്, അത്രയും റാങ്ക് ഹോൾഡർ ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുമ്പോ ഇവൻ പക്ഷെ ബുക്ക്, പിന്നെ ഈ MBBS എല്ലാം എന്തായാലും ബുക്ക് നിർബന്ധമായിട്ട് നോക്കണം. പക്ഷെ ഞാൻ ആ ഒരു ബേസിക്സിൽ അവർക്ക് ബുക്കിന് അത്യാവശ്യം ഇല്ല, ക്ലാസ് കേട്ടാൽ മതി. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത്, ഇങ്ങനെ ഒരു കുട്ടിയെ കിട്ടി നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് എനിക്ക് പറയാനുള്ളൂ. എങ്കിലും നിങ്ങൾ അത് കുറച്ച് കെയർ ചെയ്ത് പോണം, അതായത് ഇവര് ലീവാക്കാണ്ട് നോക്കണം, അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ് കേട്ടാ. ഞാൻ അങ്ങനെയാണ് ലീവ് ആക്കാണ്ട്. ഇതിന്റെ ഇടയിൽ അവർക്ക് മൈഗ്രൈൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് കുറേ ദിവസം ലീവ് കഴിഞ്ഞു. അപ്പൊ അന്ന് ലേശം ഒന്ന് ബാക്കോട്ട് നിന്ന്. അപ്പൊ എനിക്ക് പേടിയായി, ക്ലാസ് ലീവ് ആക്കിയിട്ടാണ് അവൾക്ക് ബാക്കോട്ട് ആയി പോയി. പിന്നെ ഞാൻ നല്ല ഡോക്ടറെ കാണിച്ച ഇതൊക്കെ മാറിയപ്പോ ഇപ്പൊ ആ പഴയ ലെവലിലേക്ക് തന്നെ വന്ന്. ഒരു 2 മാസം അതിനെ കൊണ്ട് ബുദ്ധിമുട്ടായിനി. അവൾ പഠിത്തത്തിനും അവൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ക്ലാസ്സിലും മര്യാദയ്ക്ക് പോകാൻ പറ്റുന്നില്ല. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പക്ഷെ വെരി ഗുഡ്. അത് വീഡിയോ എടുക്കണ ഞാൻ കണ്ടിട്ടേ ഇല്ല. എടുക്കാൻ പറയുമ്പോ എനിക്കറിയാം. പക്ഷെ എക്സാമോ നിങ്ങൾ പറഞ്ഞ മാതിരി ക്വിസ് അങ്ങനത്തെ എന്ത് ഇത് വരികയാണെങ്കിലും ഓളുടെ പേര് ആ ബസ്സിലുണ്ടാവും. അപ്പൊ നമ്മക്ക് കാണുമ്പോ ഒരു സമാധാനാണ്. അതെ, ഇപ്പൊ നല്ല സമാധാനമായിട്ടുണ്ടാവുമെന്ന് മാം വിചാരിക്കുന്നു. പറഞ്ഞപ്പോ എനിക്ക് വേറെ റിലേറ്റ് ആയിപ്പോയി. യെസ്, വെരി ഗുഡ്. ഓക്കെ, മാം ഇനി ഇത് നമുക്ക് പറഞ്ഞപ്പോഴേ എനിക്ക് വേറെ റിലേറ്റ് ആയതാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ നേരത്തെ കുട്ടികളെ വിഷ്വൽ ആയിട്ടുള്ള കുട്ടികൾക്ക് അതുപോലെ അപ്രിസിയേഷനിൽ നമ്മൾ ഈ വാട്സപ്പ് ത്രൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. നമുക്ക് ഈ സ്റ്റിക്കേഴ്സ് അതൊക്കെ നല്ലോണം കൊടുക്കണം അവർക്ക്. ചില ടീച്ചേഴ്സ് ജസ്റ്റ് ഒരു ലൈക്ക് മാത്രമൊക്കെ കൊടുക്കും. ഇങ്ങനെയുള്ള ഈ വിഷ്വൽ ആയിട്ടുള്ള കുട്ടികളാണ് പറയണേ. വിഷ്വൽ ആയിട്ടുള്ള കുട്ടികളാകുന്ന സമയത്ത് എങ്ങനെ കൊടുക്കണം? നല്ല സ്റ്റിക്കേഴ്സ്, ഒരുപാട് ഇമോജീസ്, അവർക്ക് അത് കാണണം. അത് അല്ലെങ്കിൽ അവർക്ക് ഒരു സങ്കടമായിരിക്കും, അല്ലോ മിസ് നോക്കിയിട്ടൊന്നും പറഞ്ഞില്ല. ഇനി പറഞ്ഞാൽ പോലും ഈ സാധനങ്ങളൊന്നും കണ്ടില്ലെങ്കിൽ അവർക്ക് കംപ്ലീറ്റ് ആവില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടാ. അപ്പൊ ഇനിയിപ്പോ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഒരു കുട്ടിനെ എല്ലാ സ്കൂളിൽ കിട്ടാൻ പോകുന്നത് അല്ലെ, എല്ലാ ടൈപ്പ് ഓഫ് കുട്ടികളും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഒരേ ഒരു വഴിയുള്ളൂ, ഈ 3 മെത്തേഡിലും അപ്രിസിയേഷൻ കൊടുക്കുക എന്നുള്ളതാണ് കേട്ടാ. 3 കലർത്തി കൊടുക്കുക. നിങ്ങൾക്ക് അറിയില്ല, ഈ വീട്ടിലുള്ള കുട്ടി ഇതാണെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ലല്ലോ. ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ 8ാം ക്ലാസ്സിലാണ് മനസ്സിലാക്കിയത്. നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും ഈ 25 കുട്ടികളെ? ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് പഠിക്കുന്ന എന്തിനാ നിങ്ങൾ ആദ്യം മൈൻഡിൽ വെക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, ഇത് 3 മിക്സ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ലല്ലോ. ഇനിയിപ്പോ ഏത് കാറ്റഗറി ആണെങ്കിൽ 3 നമ്മൾ കൊടുത്തല്ലോ അല്ലെ. അതിന് വേണ്ടിയിട്ട് ഇത് പറഞ്ഞു തരുന്ന കേട്ടാ. അപ്പോ സ്റ്റാർ മാർക്സ്, സ്റ്റിക്കേഴ്സ്, കളർഫുൾ ഫീഡ്ബാക്സ് എന്നൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ, സയന്റിഫിക്കലി. ഇനി നമുക്ക് നോക്കാം. ഇനി ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് പഠിപ്പിക്കാനുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞേ നോക്കട്ടെ. നമ്മൾ പിച്ചക്കാർഡ്സ് അത് ഇതെന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ എന്തൊക്കെ യൂസ് ചെയ്യാൻ ഇവരെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് നമുക്ക്? യൂട്യൂബിൽ ക്ലാസ് ഇട്ട് കൊടുക്കുക. വീഡിയോസ് വെച്ച് എങ്ങനെ? കൊടുത്താൽ മതി. വീഡിയോസ് ഓഡിറ്ററി പേഴ്സൺ ആയിട്ടുള്ള കുട്ടികളല്ലേ? യെസ്, വേറെ ക്ലാസ് അപ്പൊ ഇട്ട് ഒരു അവർക്ക് കൊടുക്കുക. സ്റ്റോറി ഒക്കെ സോങ്സ് വെച്ചിട്ട് പഠിപ്പിക്കും, സ്റ്റോറി വായിച്ചു കൊടുക്കും, സ്റ്റോറീസ്, ഡോക്യുമെന്ററീസ്, സോങ്സ്, സോങ്സ്. റൈംസ്, ഇങ്ങനെയൊക്കെ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ആവുക. സൗണ്ട്സ് ഒക്കെ ഇല്ലേ നമ്മുടെ
ലെറ്റർ സൗണ്ട്സ് ഒക്കെ സോങ് ആയിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർ പഠിക്കും. ഓക്കെ, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവരെന്നെ പാട്ടായിട്ടൊക്കെ എനിക്ക് പഠിക്കുന്നുണ്ടാവുക. നിങ്ങളൊന്ന് കുറച്ചുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ ആ ഒരു ട്യൂണൊക്കെ കൊടുത്തിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ശ്രദ്ധിക്കുക. ദെൻ അടുത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും കൂടി പറഞ്ഞിട്ട് നമുക്കിത് ബാക്കി നമുക്ക് പിന്നെ നോക്കാം കേട്ടാ. ഇനി പണ്ട് നമ്മൾ പറഞ്ഞു മറ്റുള്ള കുട്ടികള് പഴയ കണ്ട ആൾക്കാരെ കണ്ട് പെട്ടെന്ന് പറയുമ്പോൾ ഫേസ് ആണ് ഓർമ്മിക്കുക എന്ന് പറഞ്ഞു. ഈ കാറ്റഗറിയിലെ കുട്ടികൾ എന്തായിരിക്കും ഓർമ്മിച്ചെടുക്കുക പെട്ടെന്ന്? എല്ലാം ഓർത്തെടുക്കും, പക്ഷെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അവരുടെ മൈൻഡിൽ ഏതായിരിക്കും വരാ? അവര് പറഞ്ഞ കാര്യങ്ങളായിരിക്കും. യെസ്, അവര് പറഞ്ഞ കാര്യങ്ങള്, അവരുടെ പേര്. പെട്ടെന്ന് മറ്റേ കുട്ടിക്ക് ഇപ്പൊ രണ്ട് കുട്ടികൾ നിങ്ങളെ മുന്നിലുണ്ട്. നിങ്ങൾ ആരോ ഒരാളെ കുറിച്ച് പറയുമ്പോ ഒരാള് പറയാ വേഗം ഫേസ് അറിയാം, ആൾ ഇങ്ങനെയുള്ള ആളല്ലേ. മറ്റാൾ എന്താ പറയാ, മറ്റേ ബഷീർക്കല്ലേ, അപ്പാട് പറയും. ആളെന്ത് ചെയ്യും, പെട്ടെന്ന് പേരെടുത്ത് പറയും, ഇന്ന ആളല്ലേ, അല്ലെങ്കിൽ ഇന്നതായിരുന്നു അയാൾ പറഞ്ഞ. നിങ്ങൾ പറയും അങ്ങനെയല്ല ഉമ്മ പറഞ്ഞേ, ഇതാന്ന് പറഞ്ഞത് എന്ന് അവര് പറഞ്ഞുതരും. ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. നമുക്ക് കറക്റ്റാ കേട്ട കാര്യം നമുക്ക് പറഞ്ഞു തരും. അവിടെ ഉണ്ടായ സംസാരങ്ങള് നല്ലോണം ഓർത്ത് വെക്കും. ഓക്കെ, അതായത് എന്റെ ഫാമിലി ഒരു അമ്മായി ഉണ്ട് ഈ ഒരു കാറ്റഗറിയിൽ. അതായത് നമ്മൾ മറന്നിട്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ലേ പറഞ്ഞത്. നമ്മളോടായിട്ട് എനിക്ക് ഈ സീക്രട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അപ്പുറത്തായിട്ട് ഇന്ന് കേട്ടിട്ടുണ്ടാവും. ആള് പറയും ഞാൻ കേട്ടിന് ഇതാ സംഭവം എന്ന് പറയാം. ഓ, അങ്ങനെ ഉണ്ടാവില്ലേ ഇവർക്ക് ഇത്. എന്റെ ഈ ഒരു സാധനത്തിൽ ഞാൻ കുറച്ച് ബാക്കാട്ടാ. ഞാൻ ഭയങ്കര ഷോർട്ട് മെമ്മറിയാ. ഞാൻ ഒരു കാര്യത്തിൽ ഭയങ്കര ഫോക്കസ് ചെയ്യാം, അത് മാത്രമായിരിക്കും എന്റെ ഫോക്കസ്. അത് എന്റെ ഒരു നെഗറ്റീവായിട്ട് പലരും പറയും, പക്ഷെ എനിക്കത് ഭയങ്കര ഗുണമാണ് കേട്ടാ. അതാരെങ്കിലും അങ്ങനെ പെർഫെക്ഷനിസം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ സാധനം ഉണ്ടെന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനുമായിട്ട് വലിയ കണക്ഷൻ ഇല്ലാത്ത, ഞാൻ നിൽക്കുന്ന സിറ്റുവേഷൻ ആയിട്ട് കണക്ഷൻ ഇല്ലാത്ത ഒരു കാര്യം എന്റെ അടുത്ത് വന്ന് പറഞ്ഞാല് അത് നെക്സ്റ്റ് ഡേ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ചോദിച്ചാൽ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഞാനത് കേട്ടിട്ടും കൂടി ഉണ്ടാവില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ. നിങ്ങൾക്കെല്ലാം ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോ ചോദിക്കൂ, ആര്, എപ്പോ, എങ്ങനെ, ഇതായിരിക്കും എന്റെ ഒരു റിയാക്ഷൻ. അപ്പൊ ഈ കാര്യത്തിൽ മാത്രം എനിക്ക് ഓഡിറ്ററിയിൽ ഞാൻ എന്ത് പറ്റി എന്നുള്ള സാധനം. പക്ഷെ അതെന്റെ പെർഫെക്ഷനിസം അതിൽ ബ്ലെൻഡ് ആയതുകൊണ്ടാണ്. അതാണ് അതിന്റെ ഒരു ഇത്. ഓക്കെ, എന്തായാലും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പെർഫെക്ഷനിസം കൊണ്ട് എനിക്ക് ഭയങ്കര അപ്രിസിയേഷനാ കിട്ടാന്ന് പറഞ്ഞില്ലേ. കല്യാണത്തിന് എന്റെ സ്റ്റാറ്റസ് കാണുന്നവരുണ്ടോ എനിക്കറിയില്ല. എന്റെ സ്റ്റാറ്റസ് കാണണം എന്നുള്ളവര് എനിക്ക് മെസ്സേജ് ചെയ്യുക, നിങ്ങളെ പേര് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യാട്ടോ. അപ്പൊ കല്യാണത്തിന്റെ ഫുള്ള് സെറ്റിങ്സ് ഞാനായിരുന്നു അപ്രിസിയേഷന്റെ പൂരപ്പറമ്പിരുന്ന്. അതുകൊണ്ട് ഭയങ്കര സന്തോഷം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരുമ്പോ, ഇവര് പെട്ടെന്ന് ഓർത്തെടുക്കുക ഈ പേര്, സംസാരിച്ച കാര്യങ്ങള്, ഇങ്ങനെയുള്ള കേട്ട കാര്യങ്ങളായിരിക്കും ഒരു പെട്ടെന്ന് ഓർത്തെടുക്കുക. ഓക്കെ, അതുപോലെ ഇവരുടെ ഇതും കൂടി പറഞ്ഞിട്ട് നിർത്താം അല്ലെ. അതായത് ഇവരുടെ നോട്ടൊക്കെ ഭയങ്കര നീറ്റ് ആയിരിക്കും. കുറെ വെട്ട് തിരുത്ത് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബിക്കോസ് ഇവര് കറക്റ്റ് കേൾക്കുന്നുണ്ട് കാര്യങ്ങൾ. അപ്പൊ നോട്ട് അവർക്ക് കുറെ ഭയങ്കര ഇതിന്റെ ആവശ്യമില്ല, തിരുത്തലിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇവര് കാര്യമായിട്ട് ഹാൻഡ് റൈറ്റിങ്ങിലോ അതിലൊന്നും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അതേ സമയത്ത് ഭയങ്കര നീറ്റ് ആയിരിക്കും, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കും. ഓക്കെ, കാരണം വീട്ടിൽ വന്നിട്ട് വേറെ കുത്തി വരെയൊന്നും ഇല്ല, എടുക്കൂല മിക്കവാറും. അതുപോലെ ഇവര് വേറെ തടയല്, തിരുത്തൽ, ആ സാധനം ഒന്നും വേണ്ട. ഇവര് നല്ല നീറ്റ് ആയിട്ട് പോകും. ഓക്കെ, ഇവരുടെ നോട്ടിന്റെ ഒരു പ്രത്യേകത ഇതിപ്പോ ശരിക്കും സജിമ എന്താണ് ആൾക്കാർക്കും കണക്ട് ആവാ അല്ലെ. ഓക്കെ, മാം പിന്നെ പറഞ്ഞ പോലെ തന്നെ നോട്ടില് കറക്ഷൻസ് ഒന്നും കാണാനില്ല. യെസ്, വെരി ഗുഡ്. പക്ഷെ ഈ വിഷ്വലായിട്ടുള്ള കുട്ടികളുടെ നോട്ടിൽ വേറൊരു പ്രത്യേകത എന്താണെന്നറിയോ മക്കളെ? ഇവരുടെ ഗാന്ധിജിക്കൊക്കെ മുടിയുണ്ടാവും. കണ്ണട ഉണ്ടാവും, മറ്റേ സൈഡിൽ മെഹന്തി ഡിസൈൻ ഉണ്ടാവും, ബാക്കിൽ കുറെ സൈൻസ് ഉണ്ടാവും. ഇതൊക്കെ ആരുടെ ഇതാണെന്നറിയോ? നമ്മുടെ വിഷ്വൽ ആയിട്ടുള്ള കുട്ടികളുടെ സെറ്റപ്പ് ആണ്. ഓർത്തു വെച്ചോ. അത് നമുക്ക് ഇതിന് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നിങ്ങൾക്ക് എവിടെയെങ്കിലും ആവശ്യം വന്നാലോ അല്ലെ. അതായത് കുറെ ഇവരുടെ ടെക്സ്റ്റ് ബുക്കിൽ പലതിലും ഓയും എ ഒക്കെ ഷെയ്ഡഡ് ആയിരിക്കും. ഈ ഒരു വിഷ്വൽ ആയിട്ടുള്ള കുട്ടികളുടെ ഇങ്ങനെ എല്ലാം ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ബാക്കിൽ ഒരുപാട് സയൻസ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എന്താ പറയാ, നമ്മൾ പറയില്ലേ കുറെ സയൻസ് ഇട്ട് പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ ഓഡിറ്ററിയിലേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് ഡിസ്കഷൻ മെത്തേഡ് ആണ് ഇഷ്ടപ്പെടുക. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം, നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനായിരിക്കും. അത് കൂടുതൽ സംസാരിക്കാൻ ഇവർ ഇഷ്ടപ്പെടും. ഇവർ കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടും, അതിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ, അതിനെക്കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കുന്നത് കേൾക്കാൻ. ഒരു കാര്യം പറയുമ്പോൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് ഇവർക്ക് കിട്ടണം. കുറച്ച് കഷ്ണം, തല, വാല് ഇതൊന്നും പോരാ, അതിന്റെ A to Z അവർക്ക് കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു എക്കശക്തി ആയിരിക്കും. ഒരു എക്കശക്ക എന്ന് പറയും, നിങ്ങളടുത്ത് പറയുന്നത്. ടൈം ഇങ്ങനെ പോകുന്നുണ്ടല്ലേ, കുറെ ക്ലാസ് മിസ്സായതല്ലേ, അതൊക്കെ ഇതിൽ പിടിച്ചോട്ടോ. ഓക്കെ, ഇനി ആ ഒരു പരാതിയും പരിഭവം കൊണ്ടും വരരുത് ഗൈസ്. ഓക്കെ, ദെൻ നല്ലൊരു ലിസണർ ആയിരിക്കും ഇവര്. ഓഡിറ്ററി ആയിട്ടുള്ള ആൾക്കാര് ഭയങ്കര നല്ല ലിസണർ ആയിരിക്കും. ഇവരുടെ നമുക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഓക്കെ, നമ്മളെ കേട്ട് തരും ഇവര്.
ഓക്കെ, ഞാനും അങ്ങനെ ഒരു ലിസണർ ആണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അപ്പോ എന്താ ആ ഒരു ക്വാളിറ്റി അവർക്കുണ്ട്. കേൾക്കും. ആ ഒരു സിമ്പതി എമ്പതി ഒക്കെ ഇവർക്ക് കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ, കേൾക്കുമ്പോ അത് അവരെ പ്രശ്നമായിട്ട് മാറും. അവരവരുതായിട്ട് എടുക്കും. ഓക്കെ, എന്താ പറയാനായിട്ട്, എന്താ പറയാ, പെട്ടെന്ന് കൺവേ ആക്കാൻ വേണ്ടി പറ്റും ഇവരിലേക്ക് കാര്യങ്ങൾ. മറ്റേ ഈ വിഷ്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് കുറേ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഇവർക്ക് കുറച്ച് കൊടുത്താൽ തന്നെ, കുറച്ച് മീൻസ് കംപ്ലീറ്റ് കൊടുക്കണം. പക്ഷെ അതിന് കുറേ മനസ്സിലാക്കിക്കാൻ നമ്മൾ കഷ്ടപ്പെടൂല. പെട്ടെന്ന് അവർ ക്യാച്ച് ചെയ്യും. ഓക്കെ, അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ട കാര്യങ്ങൾ വേഗത്തിൽ ഓർമ്മിക്കും. ഞാൻ പറഞ്ഞു, പഠനത്തില് ഒരു ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര പ്രശ്നമാണ്. പിന്നെന്തായിരുന്നു, ഓഡിറ്ററി, ഹാൻഡ് റൈറ്റിംഗ് പറഞ്ഞല്ലോ അല്ലെ, നല്ല ഭംഗിയായിരിക്കും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നീറ്റ് ഒരു നോർമലിൽ പോകും. നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. ഇവര് പെട്ടെന്ന് ബൈ ഹാർട്ട് ആക്കും. അവർ കേട്ടിട്ട് ബൈ ഹാർട്ട് ആക്കും. അത് അവര് വായിച്ചിട്ടായിരിക്കില്ല ബൈ ഹാർട്ട് ആക്കാം. മറ്റേ ടീം അങ്ങനെ ബൈ ഹാർട്ട് ആക്കാം, വായിച്ചിട്ടാ ബൈ ഹാർട്ട് ആക്കാം. ഇവരോ കേട്ടിട്ടാണ് ബൈ ഹാർട്ട് ആക്കാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യുക. അവര് പാട്ടുകളൊക്കെ ഇല്ലേ, ക്ലാസ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന പാട്ടുകളായിക്കോട്ടെ, സാധാ സോങ്സ് ആയിക്കോട്ടെ, പെട്ടെന്ന് പഠിച്ചെടുക്കും. അവർക്ക് കുറെ ടൈം വേണ്ട. ഇവരായിരിക്കും വേഗം ഇത് ക്യാച്ച് ചെയ്യുക, പഠിക്കുക. ഓക്കെ, പിന്നെ ഇവർക്ക് എങ്ങനെയുള്ള അപ്രിസിയേഷൻ, ഇതും കൂടി പറഞ്ഞിട്ട് നിർത്താട്ടെ. ഇതിങ്ങനെ പറഞ്ഞു പിടിച്ചെത്തിക്കേണ്ടി നമ്മുടെ വർക്ക്ഔട്ടിലെ ഇവരുടെ ട്രെയിനർ എല്ലാം ഉണ്ട്. ഒരു 2 കൂടി, 1 കൂടി എന്നൊക്കെ പറയും. അപ്പൊ പറഞ്ഞോളൂ, എന്തൊക്കെ എങ്ങനെയുള്ള അപ്രിസിയേഷൻസ് ആണ് ഇവർക്ക് നമ്മൾ കൊടുക്കുക? നീ അടിപൊളിയാണ്, നീ പിന്നെ അങ്ങനൊക്കെ പറഞ്ഞിട്ട് അവർ Yes, കേൾക്കുന്ന രൂപത്തിൽ പറയാം. വെരി ശരിക്കും ഗുഡ്. അവർക്ക് അവർ കേട്ടാൽ കേൾക്കുന്ന വേഗം രീതിയിലുള്ള മനസ്സിലാവും. അപ്രിസിയേഷൻസ് ആണ് ഇവർക്ക് വേണ്ടത്. നമ്മൾ നേരത്തെ ഒരു വൈഫിനെ കുറിച്ച് പറഞ്ഞു അല്ലെ, ഈ ടൈപ്പ് ഓഫ് വൈഫിന് എത്ര ഗിഫ്റ്റ് കൊടുത്താലും ആ 90% നിൽക്കും. ഇത് കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്ത് വേണം? എന്നെ പോലൊരു ഭാര്യനെ കിട്ടിയതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. മതി, ഇനി ഒന്നും വേണ്ട, എല്ലാം ഇത് നിങ്ങൾക്ക് തരും. മനസ്സിലായില്ലേ? ആ ഒരു സാധനമാണ് ഇവർക്ക്. ഇവർ ഭയങ്കര ഞാനൊക്കെ ആ ഒരു എന്റെയൊക്കെ അറിയാം, എനിക്ക് നിന്നെ ഇതും ഇങ്ങനെ ആർക്കെങ്കിലും കിഡ്നാപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ലൈക്ക് വേർഡ്സ് ഓഫ് അഫോർമേഷൻ എന്ന് പറയും. വേർഡ്സ് ഓഫ് അഫോർമേഷൻ എന്ന് പറയും. ഇതൊരു ലവ് ലാംഗ്വേജ് കൂടിയാണ് കേട്ടോ ഇവരുടെ. ഒരു ലവ് ലാംഗ്വേജിനെ കുറിച്ചിട്ടൊക്കെ ഞങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. 5 ലവ് ലാംഗ്വേജ് ഉണ്ട്. അതിലൊരു മെയിൻ പാർട്ട് ഒരു സാധനമാണ് ഈ സാധനം, വേർഡ്സ് ഓഫ് അഫോർമേഷൻ എന്ന് പറയും. ഈ സാധനം വെച്ചാല് ഭയങ്കര അപ്രിസിയേഷൻ. നീയാണ് എന്റെ എല്ലാം, ഈ സാധനം കിട്ടിയാലേ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള വൈഫുമാർക്ക് ഉറപ്പായിട്ട് ഇങ്ങനെ ഇല്ലാത്ത ഹസ്ബൻഡ് വരെ കിട്ടും. ഫ്രം മൈ അനുഭവം കേട്ടോ. അപ്പൊ എന്താ പറയാ, അത് നമ്മളിങ്ങനെ ഒന്ന് പറ, ഞാൻ എഴുതി തരാൻ വേണമെങ്കിൽ ഒന്ന് പറ എന്ന് പറയേണ്ടി വരും. അതായിരിക്കും സിറ്റുവേഷൻ. അപ്പൊ ലവ് ലാംഗ്വേജ് ഇവരുടേത് ഏതായിരിക്കും? മിക്കവാറും വേർഡ്സ് ഓഫ് എഫർമേഷൻ ആയിരിക്കും. അവർക്ക് ഇങ്ങനെ അവരെ പുകഴ്ത്തണം. ഞാനൊക്കെ എന്ത് വേണമെങ്കിൽ ചെയ്യും, എനിക്ക് ഈ സാധനം വേണ്ടുള്ളൂ. ഞാൻ തന്നെ എന്റെ സ്റ്റുഡൻസിന്റെ അടുത്ത് അധികം എനിക്കിത് പറയും, ഫീഡ്ബാക്ക് പറയണേ, ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക് പറയണേ. എനിക്കറിയാം ഞാൻ അടിപൊളി എടുത്ത്, പക്ഷെ എന്നാലും എനിക്കത് കേൾക്കുമ്പോ കിട്ടുന്ന ഒരു സാധനം ഉണ്ട്. ആ സാധനം ഇല്ലേ, അത്രേ വേണം. എനിക്കൊക്കെ പറയും, എനിക്ക് സാലറി വരെ വേണമെന്നില്ല, എനിക്കിത് കേട്ടാ മതി ഇങ്ങനെ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കൂടുതൽ അപ്രിസിയേഷൻ കൊടുത്താൽ അവരുടെ ബെസ്റ്റ് ലെവൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരാളുടെ ബെസ്റ്റ് വേർഷൻ ഉണ്ട്, ആ ലെവലിലേക്ക് വരെ കൊണ്ടുപോകാൻ ഈസി. എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ്, ഞാൻ ഈ കാറ്റഗറി ആയതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഈ 3 എനിക്ക് ഏറ്റവും ഫേവറേറ്റ് വൺ ഈ ഒരു ഓഡിറ്ററി ആണ്. എന്തുകൊണ്ടും എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം. പക്ഷെ ഇത് ഓവർ ആയാലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞു തരും. ഞാൻ പറഞ്ഞു തരും. ഓക്കെ, ഇത് അത്ര ഒരു ലിമിറ്റ് വിട്ടാ എല്ലാം പ്രശ്നം അറിയില്ലേ അല്ലെ? അമിതമായാൽ അമൃതും വിഷമാണ് അല്ലെ? യെസ്. അതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ, ഇനി നമുക്ക് ഒരു സാധനം കൂടി ഉണ്ട്. അതിന്റെ പേര് ഗസ് ചെയ്യുന്നുണ്ടോ? K stands for come on, try. ഇല്ല, ഒന്ന് സെർച്ച് ചെയ്ത് ഗസ് ചെയ്തിട്ട് തന്നെ വാട്ടോ, നോക്കട്ടെ. നിങ്ങൾക്ക് കിട്ടുന്നവരെനിക്ക് ഇപ്പൊ ആരും പറയണ്ട. ചും എന്ത് ചെയ്യാ, കിട്ടുന്നവരെനിക്ക് PM കമന്റ് ചെയ്യാ, നിങ്ങളുടെ പേരും എനിക്ക് മെസ്സേജ് അയക്കാം. അപ്പൊ നിങ്ങളെ എന്താക്കാം, എനിക്ക്
നിങ്ങളെ സേവ് ചെയ്യാലോ, കുറെ ആൾക്കാരെ സേവ് അല്ലേ ഈ ബാച്ചിൽ. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ഗായ്സ്. നിങ്ങളുടെ സെൽഫ് ഇൻട്രോ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എനിക്ക് സെൽഫ് ഇൻട്രോ തരിക. പുതിയ അഡ്മിഷൻസ് ഉണ്ടെങ്കിൽ പറയാണ്. ഒരു ഇന്റർവ്യൂ മീൻസ് ഒരു ഇന്റർവ്യൂവിന് നിങ്ങൾ പങ്കെടുക്കുമ്പോൾ എങ്ങനെയാണോ നിങ്ങൾ അവർക്ക് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക, ആ ലെവലിൽ ഒരു എന്ത് വേണം എനിക്ക് ഇൻട്രോ എനിക്ക് അയച്ചു തരണം. വീഡിയോ തന്നെ വേണം കേട്ടോ. എന്തിനാണ് ഈ ഒരു ജോലി ചൂസ് ചെയ്യുന്നത്, അതുപോലെ നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഒരുപാട് ലെങ്തി ആയിട്ട് പോകണമെന്നില്ല. ഒരു ഷോർട്ട് ആണെങ്കിലും പവർഫുൾ ആയിരിക്കണം. ഓക്കെ, ഇംഗ്ലീഷ് ആണ് വേണ്ടത്. എനിവേ താങ്ക് യു സോ മച്ച് ഗൈസ്. ബൈ, ഗുഡ് നൈറ്റ് ഓൾ. ബൈ. താങ്ക് യു മാം. താങ്ക് യു മാം. ലാസ്റ്റിലേക്ക് എന്തോന്ന് പറയാനു എന്തായിരുന്നു എന്തോന്ന് ക്ലാസിന്റെ ലാസ്റ്റ് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് ഈ 3ാമത്തെ കാറ്റഗറി കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പറയാം കേട്ടോ. ഓർമ്മിപ്പിക്കണേ. ശരി, എന്നാ ബൈ.